നമുക്ക് എന്നത്തെയും പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കൂ കേട്ടോ. താങ്ക് യു. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ചക്ര മെഡിറ്റേഷൻ എന്നുള്ള നമ്മുടെ ഈ യാത്ര ഏകദേശം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ഈ സിലബസിലെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഏറെക്കുറെ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂലാധാര ചക്രത്തിൻ്റെ ഏറ്റവും ഭൗതികമായിട്ടുള്ള സുരക്ഷിതത്വത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ചിട്ട് പടിപടികളായിട്ട് ഉയർന്ന് സഹസ്രാര ചക്രയിലെ പ്രപഞ്ചബോധം വരെയുള്ള മനോഹരമായിട്ടുള്ള ഒരു യാത്ര പൂർത്തീകരിച്ചു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം, ശിവശംഭോ. ശിവനെ കാണാമെന്ന് പറയുന്നത് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ആയുധവും ഡമരുവും ഒക്കെ ഏന്തിയ ഒരു പ്രത്യേക വേഷം ധരിച്ച ഒരു അപര വ്യക്തിത്വത്തെ അല്ല, മറിച്ച് അവനവനിലെ ശിവനെ, അവനവനിലെ ദൈവീകതയെ അതിൻ്റെ പരമാവധി തെളിമയിൽ കാണാം എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള എല്ലാ യാത്രകളുടെയും അല്ലെങ്കിൽ ഏതൊരു യാത്രയുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അവനവനിലെ അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. പുറമേയുള്ള തേടല് അല്ല ആത്മീയത, അവനവനിൽ തന്നെ തേടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രതിബിംബത്തെ കാണാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിൽ കണ്ണാടികൾ ഉപയോഗിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ വേണ്ട. നമ്മൾ രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചില മിനുക്കുപണികളൊക്കെ നടത്തുന്നത് പോലെ അവനവനിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്, അവനവൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അത് തിരിച്ചറിയാൻ, അവയെ കൂടുതൽ മിഴിവിട്ടതാക്കാൻ വേണ്ടിയുള്ള പ്രയാണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളാണ് മറ്റുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ നമ്മുടെ പഠനം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിനപ്പുറം പഠനങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുപോലെ നമ്മുടെ ഇവിടെ യാത്ര അവസാനിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ച ഈ ചക്രകളുടെ എല്ലാം ഒരു സംയോജനം അതുകൂടി ഒന്ന് പൂർത്തിയാക്കിയിട്ട് സമ്പൂർണമായിട്ടുള്ള ഒരു പ്രഭാവലയം നമ്മളിൽ തന്നെ സൃഷ്ടിക്കാൻ, അതിലൂടെ ശക്തമായിട്ടുള്ളൊരു സുരക്ഷ, സംരക്ഷണം, പ്രാപഞ്ചികമായിട്ടുള്ള സംരക്ഷണം കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ യാത്രയിലൂടെ കടന്നുപോയപ്പോൾ, ധ്യാന രീതികളിലൂടെ കടന്നുപോയപ്പോൾ, അറിവുകളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അറിയേണ്ടതുണ്ടെന്നും താല്പര്യമുണ്ട്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എത്രമാത്രം അത് സ്വാധീനിച്ചു എന്നറിയാൻ വേണ്ടി. രണ്ട്, അത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്തലുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതുണ്ടോ എന്നുകൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും കുറച്ച് പേര് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ, കേൾക്കട്ടെ. പറയട്ടെ. സർ നമസ്തേ. നമസ്തേ. സർ, ഞാൻ ഇന്നലെ അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയ
അന്ന് മുതലേ അത് ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ ഉം, പോലെ ചെയ്യുന്നുണ്ട്. ഉം, പക്ഷെ നമ്മൾ ആ ഓരോ ചക്ര വരുമ്പോഴും ഉം, ചിലരുടെ ഇത് വായിക്കുമ്പോൾ ആ ചക്രയുടെ ഭാഗത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഉം. എഴുതിയത് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു അനുഭവം അല്ല. ശരി. എപ്പോഴും ഇപ്പൊ മൂലാധാര ചക്ര, സ്വാധിഷ്ഠാനം നമ്മൾ ആ ഒരു ഇമാജിൻ ചെയ്ത് ചാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെയാണ്, ഉം, ഉം. ശിരസിലാണ് ആ ഒരു ശരി, ഒരു വൈബ്രേഷൻ, ആ ശരി, ഒരു ശരി, അത് ശരി, എന്തുകൊണ്ടാണ് അത് എന്ന് ഞാൻ ഇന്നലെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരി. അതായത് പലരും ധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് ചക്ര മെഡിറ്റേഷൻ ആയാലും ശരി, മറ്റ് ധ്യാന രീതികളായാലും ശരി, ധ്യാന രീതികളിലൂടെ കടന്നു പോകുമ്പോൾ അവരവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളിൽ പലർക്കും ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളുമുണ്ട്. എനിക്കിതൊന്നുമല്ലല്ലോ സംഭവിക്കുന്നത്, എനിക്കിങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്, അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല. നോക്കൂ, വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഊർജം ഒരു ബൾബിന്റെ ഫിലമെന്റിലൂടെ കടന്നു പോകുമ്പോൾ അത് പ്രകാശമായിട്ടും കുറച്ച് ചൂടായിട്ടും മാറുന്നു. ഒരു മോട്ടോറിലൂടെ കടന്നു പോകുമ്പോൾ അത് കറക്കമായിട്ട് മാറുന്നു. ഒരു സ്റ്റൗവിലൂടെ കടന്നു പോകുമ്പോൾ അത് ചൂടായിട്ട് മാറുന്നു. ഒരു മ്യൂസിക് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ശബ്ദമായിട്ട് മാറുന്നു. മറ്റൊന്നിലൂടെ കടന്നു പോകുമ്പോൾ വേറൊരു വിധത്തിലായി മാറുന്നു. അപ്പൊ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നത് ഒരേ ഊർജം തന്നെയാണ്. പക്ഷെ ആ ഉപകരണത്തിന്റെ സവിശേഷതയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തങ്ങളായ വിധത്തിലാണ് അത് പ്രതിഫലിക്കപ്പെടുന്നത്. ഉം. ബൾബിന്റെ പ്രകാശം കണ്ടിട്ട് ഫാൻ വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ എന്താ ഇങ്ങനെ പ്രകാശിക്കാത്തത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു ബൾബ് പ്രകാശിക്കുന്നത് പോലെ ഫാൻ പ്രകാശിച്ചാൽ എത്ര സമയം പ്രകാശിക്കും? 2 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മളുടെയൊക്കെ വ്യത്യസ്തതകൾക്കനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. ഒന്ന്. രണ്ട്, ആ അനുഭവങ്ങൾക്ക് കാതോർക്കുകയൊന്നും വേണ്ട. അത് സംഭവിച്ചോട്ടെ, നിരുപാധികം വിട്ടുകൊടുത്തേക്കുക. കാരണം നമ്മൾ ഈ അനുഭവങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമ്മളിലെ കോൺഷ്യസ് ബോധം, നമ്മുടെ കാവൽക്കാരൻ, അവനാണ് ഉണർന്നിരിക്കുന്നത്. അവനെ ഒന്ന് മാറ്റി നിൽക്കാൻ അനുവദിക്കുക ഒരല്പസമയത്തേക്ക്. അപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിച്ചോട്ടെ, നിരുപാധികമായിട്ടുള്ള വിട്ടുകൊടുക്കൽ, പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കൽ, അതുകൂടിയാവണം ധ്യാനം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നുകൂടി നോക്കിയാൽ, ഈ അനുഭവങ്ങൾ പോലും ഒരേ വ്യക്തിക്ക് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അനുഭവങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരേ വിധത്തിലുള്ള അനുഭവങ്ങളായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ അന്നേരത്തെ മാനസികമായിട്ടുള്ള സവിശേഷത, ശാരീരികമായിട്ടുള്ള അവസ്ഥ, ചുറ്റുപാടുകൾ, ഇതിനൊക്കെ അനുസരിച്ച് മാറും. നമ്മുടെ ചുറ്റുപാടുകൾ ധ്യാനത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ധ്യാനത്തെ മാത്രമല്ല, നമ്മുടെ ഓരോ വാക്കുകളെയും പ്രവൃത്തികളെയും ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഉം. അവിടെ ഈ വേദിയിലല്ല പറയേണ്ടതെങ്കിലും ഞാൻ പ്രാഥമികമായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഈ ടി വിയിലേക്ക് ടോക്ക് ഷോകളുണ്ട്, പ്രത്യേകിച്ച് സംവാദം മാതിരിയുള്ള സംഗതി. അവിടെ ആത്മീയ മേഖലയിലെ വ്യക്തികൾ പോയിരുന്നിട്ട് വിയർക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഭയങ്കര കുറച്ച് പറയുന്ന എല്ലാവരും ചില കാര്യങ്ങളുടെ തിരിച്ചറിവിന്റെ പോരായികയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് വളരെ ഗംഭീരമായിട്ടുള്ള അറിവുകളുള്ളവര്, അനുഭവ സമ്പത്തുള്ളവര്, പ്രവചനം പോലെയുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുന്ന ആളുകൾ, പക്ഷെ അത്തരം വേദികളിലൂടെ പോകുമ്പോൾ അവരുടെ വാക്കുകൾ പലപ്പോഴും തമാശകൾക്കിടയാക്കാറുണ്ട്. എന്റെ പോയിന്റ് മനസ്സിലാവും? ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി, മനസ്സിലായി സാർ. ആ, അതായത് അവര് പറയുന്നതിൽ നിന്ന് ഒരു കഥയില്ല, വെറും കോമാളികളായി പോകുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാലേ, അത് വളരെ കൃത്യമായിട്ട് പ്രവചനങ്ങൾ നടത്തും എന്ന് പറയുന്ന വ്യക്തികൾ പോലും അത്തരം ഇടങ്ങളിൽ പോയി പെട്ടുപോകുന്നു. അത്തരം ഇടങ്ങളിൽ പോയി പെടുമ്പോൾ അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പല വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്ന സമയത്ത് ഒക്കെ നിഷ്പ്രഭമായി പോകുന്ന അവസ്ഥ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. അതിന്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ചുറ്റുപാടുകൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ അറിവിനെ, അവരുടെ ഓറിക് ബോഡിയെ, അവരിൽ നിന്ന് വരുന്ന വാക്കുകളെ, അവരുടെ ഇമോഷനെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സ് ശാന്തമല്ല എങ്കിൽ
ചുറ്റുപാടുകൾ ഉചിതമല്ല എങ്കിൽ ഇതൊന്നും വെറുക്കുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങൾ പല വേദികളിലും തുറന്നു കാട്ടാൻ പറ്റാത്ത, അതിൻ്റെ ആവശ്യമില്ല, അത് വേറൊരു കാര്യം, പറ്റാത്തത് ഒന്ന്. ഇനി രണ്ട്, പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യോതിഷിയുടെ മുന്നിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരന്റെ മുന്നിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിരിക്കുമ്പോൾ, വാസ്തവത്തിൽ ഈ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരു പുസ്തകം പോലെ നിരുപാധികം തുറക്കപ്പെട്ടാൽ മാത്രമേ ഇദ്ദേഹത്തിന് വായിക്കാൻ പറ്റൂ. അതേസമയം അടച്ചു വെച്ച് പൂട്ടും കൂടെ ഇട്ടിട്ട് ഇനി എന്നെ വായിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സാധ്യമാവുന്നത്? എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? പക്ഷെ എനിക്കറിയില്ല, നിർഭാഗ്യവശാൽ ഈ ഒരു അടിസ്ഥാന തത്വം പോലും ഈ പറയുന്ന പലരും മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാറുണ്ട്. വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടതില്ല, വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. അറിവുകള് പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പോലെയാണ് തോന്നുന്നു. ഉം. ഒരു 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 വ്യക്തി ഒരു സംശയം ചോദിക്കുമ്പോൾ പോലും അത് എന്തിനാണ് ചോദിക്കുന്നത്? അറിയാൻ വേണ്ടിയിട്ടാണോ, അളക്കാൻ വേണ്ടിയിട്ടാണോ, മറ്റെന്തെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് നോക്കിയിട്ട് അറിയാൻ വേണ്ടിയാണെങ്കിൽ മാത്രം കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും, അറിയാൻ വേണ്ടിയാണെങ്കിൽ മാത്രം അറിയുന്നത് പകർന്നു കൊടുക്കുകയും, അല്ലെങ്കിൽ വിനീതമായിട്ട് അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അറിവുകളെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകൾ, ആത്മീയമായിട്ടുള്ള അറിവുകൾ, അത് എല്ലാ വേദികളിലും എല്ലായിടത്തും എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല. പ്രദർശിപ്പിച്ചിട്ട് കാര്യവുമില്ല. ഈ ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്ന മാതിരി. നമ്മുടെ നോക്കൂ, ഈ ചക്ര മെഡിറ്റേഷനിൽ പോലും ഏകദേശം 120 പേരോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ എത്ര പേര് കൃത്യമായിട്ട് കൺവേ ചെയ്ത അറിവുകളിലൂടെയെങ്കിലും കടന്നു പോയിട്ടുണ്ടാകും? ഒന്ന്. ലൈവ് സെഷനിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം? ഒന്ന്. രണ്ട്, നമ്മൾ റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഥവാ കട്ടായി പോയാലും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് എത്ര പേര് ഞാൻ നോക്കാറുണ്ട്, വ്യൂസ് ഒക്കെ നോക്കാറുണ്ട്. ചുമ്മാ ചുമ്മാ അല്ല, അത് പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ റെക്കോർഡിംഗ് സെഷനെങ്കിലും എത്ര പേര് അതിലൂടെ കടന്നു പോകുന്നുണ്ട്? എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്? അതൊക്കെ നോക്കിയാൽ അറിയാം. അതേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ ആൽക്കമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം പാരലായിട്ട് നടക്കുന്നുണ്ട് വാട്സപ്പില്. അപ്പോ ആൽക്കമി തുടങ്ങുന്നതിനൊരു 3-4 ദിവസം മുമ്പ് എൻ്റെ കോർഡിനേറ്ററിനോട് പറഞ്ഞു, ഒരാൾ വിളിച്ചിട്ടുണ്ട്, പുള്ളിക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൽക്കമിയിൽ ചേരാൻ വേണ്ടിയിട്ടില്ല, ഹിപ്നോസിസിൽ ചേരാൻ വേണ്ടിയിട്ട്. സാറിനോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് ചേരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ, എൻ്റെ നമ്പർ കൊടുക്കും. സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അതൊക്കെ വളരെ റയറാണ്. കൊടുത്തോളൂ. അങ്ങനെ കൊടുത്തു. അദ്ദേഹം വൈകുന്നേരം വിളിച്ചു. ഒരു റിട്ടയർഡ് അധ്യാപകനാണെന്ന് പറഞ്ഞു. ജീവിതത്തിലെ ആത്മീയ മേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടുതൽ പഠിക്കണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വേണമെങ്കിൽ ഒരു ശരാശരി വ്യക്തിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറച്ച് വേദനാജനകമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പരിഹാരം അതാണ് അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങി, റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഒന്നും കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹിപ്നോസിസിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതെല്ലാം ഒരു 15 മിനിറ്റോളം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, താങ്കൾ ഇപ്പൊ തൽക്കാലം ഹിപ്നോസിസിലല്ല പങ്കെടുക്കേണ്ടത്, ഹിപ്നോസിസ് ട്രെയിനിങ്ങിൽ അല്ല വരേണ്ടത്. അത് പങ്കെടുത്തോളൂ, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നല്ലത് ആൽക്കമി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം പെട്ടെന്ന് കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഹിപ്നോസിസിനേക്കാൾ കുറച്ചുകൂടി ഫീ ഒക്കെ കൂടിയ പ്രോഗ്രാം ആയിരിക്കും ആൽക്കമി, അതുകൊണ്ടായിരിക്കാം ഞാൻ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. പൊതുവിൽ മാർക്കറ്റിംഗ് അങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു അല്പസമയത്തെ മൗനം ഫോണിലൂടെ ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കണ്ട, ആൽക്കമിക്ക് ആകെ 500 രൂപയേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പ്രകാശിച്ചതുപോലെ തോന്നി.
എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഹിപ്നോസിസിൽ ആണ് ചേരുന്നതെങ്കിൽ നിങ്ങൾ 3000 രൂപ ഫീ അടയ്ക്കണം. എനിക്ക് അതാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ അതല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആൽക്കമിയിൽ ചേരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കോർഡിനേറ്റർ ഞാൻ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ ആൽക്കമിയിൽ ചേർത്തിട്ടുണ്ടെന്ന്. അവർ അയ്യോ, ഞാനൊരു വിധത്തിൽ ഹിപ്നോസിസിലെ അദ്ദേഹത്തെ പറഞ്ഞ് ശരിയാക്കിയതായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഹിപ്നോസിസ് അല്ല വേണ്ടത്. ഹിപ്നോസിസ് ആവശ്യമില്ലാത്ത ആളല്ല. അതുകൊണ്ട് അതല്ല അദ്ദേഹത്തിന് ഗുണം കിട്ടുക. അദ്ദേഹത്തിന് അവിടെ ചേർത്തിട്ട് കാര്യമില്ല, ആൽക്കമിയിൽ ചേർക്കും. ഓക്കെ, ഫൈൻ. അദ്ദേഹം പേയ്മെന്റ് അടച്ചു, 500 രൂപ അടച്ചു. 22-ാം തീയതിയാണ് ആൽക്കമി തുടങ്ങുന്നത്. നിങ്ങൾ കുറേ അധികം പേരുണ്ടെന്ന് തോന്നുന്നു ആൽക്കമിയിൽ. 21-ാം തീയതി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ വ്യക്തി ഒരു മെസ്സേജ്, അത്ര സുഖമല്ലാത്തൊരു മെസ്സേജ് ഇട്ടു. നിങ്ങൾ 20-ാം തീയതി ആൽക്കമി തുടങ്ങുമെന്ന്, 20-ാം തീയതി പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ അടച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മോശമായിട്ടുള്ളൊരു, എനിക്ക് മോശമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയെന്ന് അറിയില്ല, എനിക്ക് എന്തായാലും അത്ര സുഖമായിട്ട് അത് തോന്നിയില്ല. തോന്നാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. 20-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ 22-ാം തീയതി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ കോർഡിനേറ്ററെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. 22-ാം തീയതി തുടങ്ങുമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പേയ്മെന്റിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും അയച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ സ്ക്രീൻഷോട്ട് മാത്രം ഗ്രൂപ്പിലിട്ടു. കാരണം അദ്ദേഹം ഗ്രൂപ്പിൽ അത് ചോദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ആരെ വിളിച്ചാലും കിട്ടും. മാത്രമല്ല, ഞാൻ പേഴ്സണലി അദ്ദേഹത്തോട് ഇത്രയും സമയം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പേഴ്സണലി ഞാൻ വാട്സപ്പ് മെസ്സേജ് അദ്ദേഹത്തിന്റെ ഒരു മെഡിറ്റേഷൻ ഞാൻ ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി, എന്താണ് വൈകുന്നത് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിന് ആരെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. ഓഫീസ് ടൈമിൽ മാത്രമേ ഫോൺ എടുക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല, കിട്ടാറുണ്ട്. എന്തായാലും നമ്മളെന്ന് വിളിച്ചാൽ കിട്ടാതിരിക്കില്ല. എന്നിട്ടും ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. സോ ഞാൻ അപ്പം തന്നെ കോർഡിനേറ്ററെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്, അത് രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, അദ്ദേഹത്തിന്റെ പേയ്മെന്റ് നമ്മൾ റീഫണ്ട് കൊടുക്കുന്നു. അദ്ദേഹത്തെ കൂട്ടിയിട്ട് കാര്യമില്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ യാത്രയ്ക്കുമുള്ള ഓരോ തയ്യാറെടുപ്പുകളുണ്ട്. നമ്മൾ ചില കോഴ്സുകൾക്കൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു ഇന്റർവ്യൂ, കുട്ടികളെയൊക്കെ ചില കോഴ്സുകൾക്കൊക്കെ ചേരുമ്പോൾ ഒരു ഇന്റർവ്യൂ, എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ ആ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ചേർന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതിലും അദ്ദേഹം ചേർന്നിട്ട് അദ്ദേഹത്തിന് കാര്യമില്ല, അദ്ദേഹത്തിന്റെ പൈസ പോകും, അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. സോ അവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം ഇനി മറ്റൊരു കോഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ചേർക്കില്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ കൂട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത്, ആത്മീയമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകൾ എല്ലായിടത്തും എല്ലാ വേദികളിലും നമ്മൾ തുറന്നു കൊടുക്കേണ്ടതല്ല. പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പോലെ. ഉം. ഒരു 4-5 വർഷം മുമ്പ് പാരാസൈക്കോളജിയുടെ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിലവിലുണ്ടത്. അതുപോലെ റെക്കോർഡഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് ആലോചിച്ചു, പാരാസൈക്കോളജിയുടെ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യണോ. കാരണം അത് പ്രാപഞ്ചികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്, ഒരുപാട് രഹസ്യങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് ആ കോഴ്സിലൂടെ. പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോൾ, പ്രത്യേകിച്ച് റെക്കോർഡഡ് പ്രോഗ്രാം ആകുമ്പോൾ, പ്രത്യേകിച്ച് വാട്സപ്പിലാകുമ്പോൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ അത് വേണമോ എന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് കുറേ കാലം ഞാനത് പെൻഡിങ്ങിൽ വെച്ച ഒരു 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 ട്രെയിനിങ് കൂടിയായിരുന്നു. പക്ഷെ അവിടെ അതിന് ഒടുവിലൊരു ഉത്തരം കിട്ടിയത്, അറിവുകൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഉപകാരപ്പെടൂ, അല്ലാത്തവരുടെ മുന്നിൽ അത് വെറും തമാശകളായിട്ട് മാത്രം അവശേഷിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രോഗ്രാം ചെയ്തു. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ആഴത്തിൽ തുറന്നൊരു പ്രോഗ്രാം ആയിരുന്നു. 30 ദിവസം പറഞ്ഞിട്ട്, 30 ദിവസത്തെ നമ്മുടെ ആൽക്കമി ഇപ്പോൾ 14 ഡേയ്സ് ഉണ്ട്, 14 ദിവസം ഉണ്ടല്ലോ. അതുപോലെ അത് 30 ദിവസത്തെ കോഴ്സായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ 41 ഡേയ്സ് വരെ അത് നീണ്ടുപോയി. വളരെ ആഴത്തിലുള്ള ധാരാളം അറിവുകൾ അതിലൂടെ പങ്കുവയ്ക്കാനും സാധിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, അറിവുകള് ആർജിച്ചത് കൊണ്ടായില്ല, അത് അവനവന്റെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഇനി അതുപോലെ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളെങ്കിലും ചിന്തിക്കാറുണ്ട്, ജീവിതത്തിലെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പരിഹാരം തേടിയിട്ടാണ് പലരും ഈ മാർഗങ്ങളിലൂടെ വരുന്നത്. അല്ലാതെ ഏറ്റവും ഹാപ്പി ആയിട്ട് പോകുന്ന വ്യക്തികളൊക്കെ ഇത്തരം വേദികളിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് താരതമ്യേന കുറവായിരിക്കും, അല്ലേ? അപ്പോ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും
ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്, ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ, ഒരു അവസാനമില്ലേ എന്നുള്ളത്. നോക്കൂ, നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെയാണ് പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. ഓരോ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകളിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ നിയോഗം തന്നെ അറിവുകൾ ആർജിക്കുക. അത് അനുഭവങ്ങളിലൂടെയാകാം, ഇതുപോലെയുള്ള വേദികളിലൂടെയാകാം. അറിവുകൾ ആർജിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഒരു വസ്ത്രം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഒരു വസ്ത്രത്തിൽ പറ്റിയ അഴുക്ക് ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല മാർഗങ്ങളും ചെയ്യും. ചിലപ്പോ നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിരിക്കുന്ന വസ്ത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മൾ അതിനെ വൃത്തിയാക്കും. ചിലപ്പോൾ സോപ്പ് പൊടി ഇടും, ചിലപ്പോൾ സർഫിൽ മുക്കി വെക്കും, ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കും, ചിലപ്പോൾ കല്ലിലിട്ട് അടിക്കും. ഇതൊന്നും ആ വസ്ത്രത്തിനെ കേടാക്കാൻ വേണ്ടിയിട്ടോ ആ വസ്ത്രം നശിച്ചു പോകണം എന്ന് ഉദ്ദേശത്തോടു കൂടിയല്ല, മറിച്ച് അതിനെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജീവിതത്തില് ചില അനുഭവങ്ങളിലൂടെയും ചില സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതെല്ലാം നമ്മുടെ ബോധത്തിന്റെ, ആത്മാവിന്റെ പരിവർത്തനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഉം. ഇപ്പോ നമ്മുടെ ഈ ചക്ര മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസം ആകുന്നുണ്ടെന്ന് തോന്നുന്നു. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചധികം, ഒരുപാടൊന്നും പറയില്ല, കുറച്ചധികം ടഫായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഒരു ശരാശരി വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ, ഒരു ശരാശരി വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ കുറച്ച് വേദനാജനകമായിട്ടുള്ള കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എനിക്ക് ഇപ്പം സ്റ്റിൽ. പക്ഷേ അതിലപ്പുറം ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പലതിനെയും കുറച്ചുകൂടി അടുത്തറിയാൻ, കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ കിട്ടിയ സാഹചര്യങ്ങളായിരുന്നു അതെല്ലാം എന്നുള്ളത്. മാത്രമല്ല, പലപ്പോഴും തനിച്ചായി പോയി, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ പോലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ധീരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതും ഇതേ അറിവുകൾ കൊണ്ട് തന്നെയാണ്. ഞാൻ അതും ചില സാഹചര്യങ്ങളിലെങ്കിലും പറയാറുണ്ട്. നമ്മൾക്ക് പലപ്പോഴും വിചാരിക്കും, എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ. ആരുമില്ല എന്ന് പറയാറുണ്ട് അല്ലേ? ആരുമില്ല എങ്കിൽ അവിടെ ദൈവമുണ്ടാകും. നമ്മളെപ്പോഴും വെറുതെ അങ്ങനെ പറയാറില്ലേ, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാകും എന്ന് പറയാറില്ലേ? അത് വെറുതെ പറയുന്നതാണെങ്കിൽ പോലും അതിന് വളരെ ശക്തമായിട്ടുള്ള ആന്തരിക അർത്ഥമുണ്ട്, ആഴത്തിലുള്ള ആന്തരിക അർത്ഥമുണ്ട്. ആരുമില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവം, പ്രകൃതി നമ്മളിലേക്ക് നിറയും. പ്രകൃതി എവിടെയും ശൂന്യമായിട്ട് വിടില്ല. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളിൽ, പൂർണ്ണമായിട്ടും ശൂന്യമാകുന്ന സാഹചര്യം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങൾ ടെൻസ്ഡ് ആകുന്ന വേണ്ട, ജസ്റ്റ് വിട്ടുകൊടുക്കുക. അവിടെ ഏറ്റവും ഉത്തമമായത്, അവിടെ ആ സാഹചര്യത്തിൽ ഏറ്റവും ഏറ്റവും ദ ബെസ്റ്റ് അത് പ്രകൃതി അവിടെ കൊണ്ടുവന്ന് നിറയ്ക്കും. അത് അറിവുകളായാലും ശരി, അനുഭവമായാലും ശരി, ഒന്നിനും വാശി പിടിക്കേണ്ട, ഒന്നിനും വേവലാതിപ്പെടുക ഒന്നും വേണ്ട. എന്ന് വെച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിട്ടുകൊടുക്കൽ നടത്തിയാൽ അവിടെ പ്രകൃതി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഗതികളെ കൊണ്ട് നിറയ്ക്കും. അപ്പൊ അങ്ങനെയും ഒരു കാര്യമുണ്ട് പ്രകൃതിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ വളരെ ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അതും അറിവുകൾക്കുള്ള മാർഗങ്ങളാണ്, നമ്മുടെ നിയോഗ പൂർത്തീകരണത്തിനുള്ള അവസരങ്ങളാണ് എന്ന് മാത്രം കണ്ടിട്ട് അതിനെ തിരിച്ചറിയുക. അവിടെ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് അറിയേണ്ടത് എന്ന് തിരിച്ചറിയുക. ഇപ്പോഴും ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലാകും, പലപ്പോഴും ഇതുപോലെയുള്ള അവസരങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ, അനുഭവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കുറേ അധികം നേടിയിട്ടുണ്ടാകും. എക്സ്പീരിയൻസുകൾ, മഹത്തരമായിട്ടുള്ള അറിവുകൾ, തിരിച്ചറിവുകൾ ഒക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ട് മാത്രം അത്തരം കാര്യങ്ങളെ കാണുക. ശരി, സോറി, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ പറയാനാണ് പറഞ്ഞു വന്നത്. മെഡിറ്റേഷനിലുള്ള അനുഭവങ്ങൾ പറയാൻ യെസ് യെസ്, പറഞ്ഞല്ലോ. മെഡിറ്റേഷനിലെ അനുഭവങ്ങൾ പറയൂ. കൂടുതൽ പേര് പറയൂ, കേൾക്കട്ടെ. പറയാനില്ല? സർ, എന്റെ പറയൂ. വീഡിയോ ഇത് ഓപ്പൺ ആണെങ്കിൽ കാണൂല. സാരില്ല, സാരില്ല, പറഞ്ഞോളൂ. സർ, ഞാനിപ്പോ സാറിന്റെ
പല കോഴ്സുകളിലൂടെയും കോഴ്സും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ശരി, പേരൊന്ന് പറയാമോ? സ്ഥിരമായിട്ട്. എൻ്റെ പേര് ജലജ രാജീവ് ആ, എന്നാണ്. ശരി ശരി ശരി, പറയൂ. അല്ല, എനിക്ക് ഇപ്പൊ ഈ നേരത്തെ സാറിപ്പോ പറഞ്ഞ കാര്യങ്ങൾ കൂടി അതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു ഉം, ആളും കൂടിയാണ് ഞാൻ. ശരി. എന്താ പറയാ, ശരിക്കും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എൻ്റെ സ്വന്തം ഉം, എന്താ പറയാ മക്കളുടെ കാര്യത്തിലാണ് ഇപ്പോഴുള്ള ഉം, പ്രത്യേകിച്ച് ഒരു മകന്റെ കാര്യത്തിൽ ശരി. അവന് അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ ഉം, ഭാഗമായിട്ട് ഞാനും എനിക്ക് ഈ പറഞ്ഞ മെഡിറ്റേഷനുകൾ ചെയ്യുമ്പോൾ പോലും ഉം, എന്നെ അത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. അപ്പൊ ശരി എനിക്കത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോകുന്ന പോലെയോ അങ്ങനെയൊക്കെ ഞാൻ അതിനു വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ശരി. വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എന്താണ് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഉം, വിഷമമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ചില സമയത്ത് അത് ഉം, കുറഞ്ഞു കാണുന്നുമുണ്ട്. എങ്കിലും ഞാൻ ഈ മെഡിറ്റേഷനുകൾ ഒന്നും ഉം, ഒഴിയാതെ ഉം, ഒരുപാട് കാലമായിട്ട് ഞാൻ പല പല മെഡിറ്റേഷനും ഉം, ചെയ്തുകൊണ്ടിരിക്കാൻ എന്താണ് എൻ്റെ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. ശരി. അപ്പൊ ഞാൻ ഈ സാറിന്റെ മെഡിറ്റേഷനുകളിൽ കൂടി മാത്രമാണ് ഉം, കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. ഈ ആൽക്കമിയിലും ഉം, ഇതിലെല്ലാം ഞാനുണ്ട്. ശരി. അപ്പൊ അപ്പം എന്തുകൊണ്ടാണ് സാറിപ്പോ അതിന് ഞാൻ എന്തുകൊണ്ടെന്ന് വീണ്ടും ചോദിക്കുന്നതിന് ഇല്ല, സാർ ഓൾറെഡി അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഉം, അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാർ പറഞ്ഞ ആ ആൻസറിൽ തന്നെ എൻ്റെ എനിക്ക് കിട്ടി കഴിഞ്ഞു. ശരി. താങ്ക് യു. നോക്കൂ, സിദ്ധാർത്ഥൻ എങ്ങനെയാണ് ശ്രീബുദ്ധനായിട്ട് മാറിയത്? അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. വേദനകള് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ ജനനസമയത്തിന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു അത്രേ, അദ്ദേഹം ഒരു സന്യാസിയായിട്ട് മാറുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ മാറരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് യാതൊരു വിധത്തിലുള്ള ദുഃഖവും അദ്ദേഹത്തെ അറിയിക്കാതെ, യാതൊരു വിധത്തിലുള്ള സങ്കടങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ ഇടയില്ലാത്ത വിധത്തിലാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ നിയോഗവശാൽ ഒരിക്കൽ അദ്ദേഹത്തിന് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു, അല്ലേ? അപ്പോൾ അതാണ് അദ്ദേഹത്തെ ശ്രീബുദ്ധനായിട്ടുള്ള ആ യാത്രയ്ക്ക് ഇടയാക്കിയത്. അതല്ല എങ്കിൽ കൊട്ടാരത്തിലെ സുഖത്തിലും സമൃദ്ധിയിലും മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് എങ്കിൽ നമ്മളിൽ എത്ര പേര് അദ്ദേഹത്തെ അറിയുമായിരുന്നു? ശ്രീബുദ്ധൻ ഉണ്ടാകുമായിരുന്നു? അതുപോലെ ഏത് മഹത് വ്യക്തിത്വങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നോക്കിയാലും വേദനകളാണ് പലരെയും പരിണാമങ്ങളിലേക്ക് നയിച്ചത്. നോക്കിയാൽ മതി, ആരെയും നോക്കിയാൽ മതി. അപ്പോ അതിനെ അങ്ങനെ മാത്രം കാണുക, അതൊക്കെ നമ്മളെ നിയോഗങ്ങളിലേക്ക് നയിക്കും, ശരിയായിട്ടുള്ള നിയോഗങ്ങളിലേക്ക് നയിക്കും. ഞാൻ ഈ പറയുന്നത് തിയറി പഠിച്ചിട്ട് മാത്രം പറയുന്നതല്ല കേട്ടോ, ഞാൻ എൻ്റെ ജീവിതം കൂടി മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഉം. ശരി, സന്തോഷം. മറ്റെന്തെങ്കിലും? ഒരു മാനസികമായിട്ട് ഒരുപാട് പരിവർത്തനം ഉണ്ടായി കേട്ടോ. ശരി, നമുക്ക് സന്തോഷം. ആന്തരികമായിട്ടൊക്കെ ഒരുപാട് ശരി മാറ്റങ്ങളുണ്ടായി. ശരി, സന്തോഷം. സർ, എൻ്റെ ആ പേര് രവി നായർ ആ എന്നാണ്. പറയൂ സർ. നമ്മൾ ഈ ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ അങ്ങയുടെ പല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആ എനിക്കൊരു സംശയമുള്ളത്, നമ്മൾ ഇപ്പോൾ വെളുപ്പിനെ 5:30-ക്കാണ് ഇത് ഉം, ചെയ്യുന്നത്. അതിന് ആ പ്രത്യേക ടൈമിൽ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ, അതോ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അസൗകര്യം ഉണ്ടായാൽ വേറെ സമയത്ത് ചെയ്യാമോ എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്കുള്ള. ഗുഡ്. അതായത് പുലർച്ചെയുള്ള സമയം പൊതുവിൽ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ധ്യാന രീതികളിലൂടെ കടന്നു പോകുമ്പോൾ അത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നത്, അതായത് ഈ പറയുന്ന പുലർച്ചെയുള്ള സമയത്ത് ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദം എന്ന് പറയാറുണ്ട്. അതിന് ചില കൃത്യമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കും, അധികം അലട്ടുന്ന ചിന്തകളൊന്നും ഉണ്ടാവില്ല, മനസ്സ് പൊതുവിൽ ശാന്തമായിരിക്കും. ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പൊ രാവിലെ ഉണർന്ന് അതുവരെ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, കുറേ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്, ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ധ്യാനത്തിനിരിക്കുന്ന സമയത്തും ഇതെല്ലാം മനസ്സിൽ വരും. ചിലപ്പോൾ ഫോൺ അടിക്കും, ചിലപ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിക്കും, ഒരു വിസിറ്റർ അന്വേഷിച്ച് വരും, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ രാവിലെ ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല.
ശരിയാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഫോൺ അടിക്കില്ല, ഒരാൾ നമ്മളെ അന്വേഷിച്ച് വരില്ല, ഇത്രയെങ്കിലും ഉണ്ട്. കോളിംഗ് ബെല്ല് വരില്ല, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതൊന്ന്. രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. പിന്നെ അതുപോലെ ഈ ധ്യാനത്തിലൊക്കെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധ്യാനാത്മകമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോധത്തെ, കോൺഷ്യസിനെ ഒന്ന് അടക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. ബോധത്തെ അടക്കി നിർത്താനാണ് പാട്. പക്ഷേ രാവിലെ ഉണർന്നു വരുന്ന ഈ സമയത്തിലാണെങ്കിൽ ബോധം സ്വതസിദ്ധമായിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു മയക്കത്തിൽ തന്നെയായിരിക്കും. പൂർണ്ണമായിട്ട് അവന് ഉണർന്നു വന്നിട്ടുണ്ടാവില്ല. അപ്പൊ പണി കുറവാ. ഉം. മറ്റൊന്ന്, ഈ സമയത്ത്, ഈ രാവിലെയുള്ള സമയത്ത്, പുലർച്ചെയുള്ള സമയത്ത് പ്രകൃതി മുഴുവൻ ശാന്തമായിരിക്കും. മറ്റ് ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. ഉം. ആ, അപ്പൊ അത് മറ്റൊരു കാര്യം. ഇനി മറ്റൊന്ന്, ഈ പറയുന്ന കോസ്മിക് എനർജിയുടെ പ്രവാഹം ആ സമയത്ത് താരതമ്യേന കൂടുതലായിരിക്കും. ഇനിയും മറ്റൊന്ന്, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് യന്ത്രങ്ങളുടെ പ്രവർത്തനം ഈ പറഞ്ഞ വിധത്തിലുള്ള അലൈൻമെന്റിനെ പൊതുവിൽ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളും ധാരാളം യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് താരതമ്യേന അത്തരം കാര്യങ്ങളും കുറവായിരിക്കും. ഇങ്ങനെ കുറേയധികം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഈ രാവിലെയുള്ള സമയം ഏറ്റവും ഫലപ്രദമാണ്. ഇനി അന്നേരം ചെയ്യാൻ പറ്റിയില്ല, സാരമില്ല, നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് ചെയ്യാം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ ക്ലിയറായോ? മച്ച് സർ. ശരി, സന്തോഷം, താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്കളുടെ വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്കൾ റീഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും ഒന്ന് നോക്കൂ. നോക്കാം സർ. ശരി, ശരി, താങ്ക് യു. സന്തോഷം, താങ്ക് യു സന്തോഷം. വെരി താങ്ക് മച്ച്. യു, താങ്ക് യു. മറ്റെന്തെങ്കിലും? സാർ ഞാന് എല്ലാ സാറിന്റെ കുറെ കോഴ്സുകൾ ഇപ്പോ ഉം. ഇതടക്കം ശരി. ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, ഉം. എന്റെ കുടുംബാംഗങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഉം. നിങ്ങൾ എല്ലാത്തിലും ഒരു ഉന്മേഷം കൂടുതൽ കാണുന്നു, ശരി, നിങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ച് എന്താ പറയാ, നമുക്കൊരു ഇമോഷൻസുകൾ അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല, ശരി, വളരെ ശരി, കൺട്രോൾഡ് ആണെന്ന് അവര് പറയുന്നു. ശരി, എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു. അത് വളരെ ഉപകാരപ്രദമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തില്. ശരി. പിന്നെ ഒരു സംശയമുണ്ട് സാറ്, ചില കോഴ്സുകളില് നിങ്ങൾ ഉം. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കാണാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലില്ല. അതാണ് ഒരു പ്രോബ്ലം. ശരി, എന്തെങ്കിലും ഒരു ആഗ്രഹം ആയി തീരാൻ പറയുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ തോന്നിയിട്ടില്ല. ശരി, അതൊരു ന്യൂനതയാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ശരി. സാർ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞു. അത് നമ്മളും പ്രപഞ്ചവും ഒന്നാണ് എന്നുള്ള ഒരു ബോധ്യം, ആ ഒരു മനോഭാവം നമ്മളിൽ വരുന്ന സമയത്താണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി ഒന്ന് വിശാലമാകും. കുറച്ചുകൂടി വൈഡായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റും, കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും, പിന്തുടരാൻ പറ്റും. ആ സമയത്താണ് താങ്കൾ ഈ പറഞ്ഞ മാതിരിയുള്ള കുറേ മാറ്റങ്ങൾ വരുന്നത്. രണ്ട്, ആഗ്രഹങ്ങൾ. പടി 6 കടന്ന് അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രപഞ്ചവും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ തിരിച്ചറിവ് വരുമ്പോൾ, എന്തും എനിക്ക് സാധ്യമാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹവിരക്തി അവിടെ വരും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, സാധാരണഗതിയിൽ ലോകത്തിൽ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്, ഉള്ളവരും ഇല്ലാത്തവരും. ഭാരതത്തിൽ മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു എന്നല്ല, സ്റ്റിൽ ഉണ്ട്, ഉണ്ടായിട്ട് വേണ്ടാത്തവര്. അപ്പൊ ആ ഉണ്ടായിട്ട് ഉള്ള ആ വേണ്ടായ്മയിലേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉം. ആവശ്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കുന്നില്ലേ? ഏത് സാഹചര്യത്തിലാണെങ്കിലും മുടക്കം വരുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ആ. ഇങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ഡിസയർ എന്ന് പറയുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ താങ്കൾ പറയുന്നത് സ്പെസിഫിക് ഡിസയർ എന്ന് താങ്കൾ ഇപ്പൊ പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? യെസ്, ബട്ട് തീർച്ചയായിട്ടും. താങ്കൾക്കൊരു ഡിസയർ ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇവിടെ മുന്നിലിരിക്കുന്നത്. പക്ഷെ അത് സ്പിരിച്വാലിറ്റി ആണെന്നുള്ളതേ ഉള്ളൂ, യെസ്, യെസ്, യെസ്. അറിവാണെന്നുള്ളതേ ഉള്ളൂ. ഉം. അതൊരു ചെറിയ കാര്യമല്ല. ഉം. അത്രയേ ഉള്ളൂ. നമ്മൾ താങ്ക് യു. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മീയതയിലേക്ക് ഇറങ്ങാൻ ചില ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആത്മീയതയിലേക്ക് ഇറങ്ങുന്നത്? ഈ പറഞ്ഞ മാതിരി അതും ഒരു ആഗ്രഹം തന്നെയില്ല, അറിവ് നേടണമെന്നുള്ളത്. ഉം. ശരി, അപ്പോ തീർച്ചയായിട്ടും. ആഗ്രഹങ്ങളെ ത്യജിക്കുക എന്നുള്ളതല്ല, മനസ്സിനൊന്ന് വിശാലമാക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉം. യെസ്. അതിപ്പോ അതൊരു ന്യൂനതയായിട്ടൊന്നും കരുതണ്ട.
ഉം. അത്രയേ ഉള്ളൂ. അല്ല, ഒരു മരവിപ്പാണോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ടാണ്. അതായത് ഒന്നിലൂടെ അത് ഈ യാത്രയില് തോന്നാത്ത. പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ, പല വിധത്തിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മളിപ്പോ അരി ചോറായി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നെല്ല് ചോറായിട്ട് വരുന്ന സമയത്ത് പല വിധത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകില്ലേ? അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്, അങ്ങനെ ഒരു സാഹചര്യം മാത്രമാണ്. ഇനി അവിടെ നിന്നും ഷിഫ്റ്റുകൾ സംഭവിക്കും. പക്ഷെ അതിനെ ഒബ്സർവ് ചെയ്യുന്നു വേണ്ട, അത് വിട്ടുകൊടുക്കുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക, അവിടെ സംഭവിച്ചോളും കേട്ടോ. ഉം. ഓക്കെ സർ, താങ്ക് യു. അതുപോലെ തന്നെ സാർ ഒരു ഒരു കാര്യം കൂടി, ഒരു നിമിഷം ഒന്ന് wait. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല ധ്യാനത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ സാധാരണ വ്യക്തികള് കാണുന്ന അതീന്ദ്രിയമായിട്ടുള്ള ചില അനുഭവങ്ങള്, ചില കഴിവുകള് ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം, ഉണ്ടായേക്കാം. പക്ഷെ അവിടെ ഒന്നും തടഞ്ഞു നിൽക്കരുത്, അവിടെയും തടഞ്ഞു നിൽക്കരുത്. അതെല്ലാം ഈ യാത്രക്കിടയിലുള്ള ചില കെട്ടുകാഴ്ചകൾ മാത്രമാണ്. ഞാൻ മുമ്പ് ഒരു സന്യാസിയോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് സാധ്യമാണോ എന്നല്ല, പൊതുവിൽ. അപ്പൊ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് നമ്മുടെ ഈ യാത്രയ്ക്കിടയിലുള്ള ചില കെട്ടുകാഴ്ചകളാണ്, ചില തമാശകൾ മാത്രമാണത് എന്നുള്ളത്. അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്കുള്ള അന്ന് നടന്നിട്ടാ പോയിരുന്നത് മെജോറിറ്റിയും. ഇന്നാണ് വാഹനങ്ങളിൽ പോകുന്നത്. നടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചെടി പൂത്ത് നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ പാടവരമ്പത്ത് മീനുകൾ ഓടി കളിക്കുന്നത് കാണാം. അന്ന് ഇതൊക്കെ വലിയ അത്ഭുതമാണ്, വലിയ സന്തോഷമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അതും നോക്കി, ആ അത്ഭുതത്തെ നോക്കി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പിടികിട്ടിയോ? പോകാൻ പറ്റും. ഉദ്ദേശിച്ച സ്കൂളിൽ പോകാൻ വൈകും എത്താൻ കഴിയില്ല. അല്ലേ? എത്താൻ കഴിയില്ല. അപ്പോ അതല്ല, അത് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്വദിക്കേണ്ട, കാണണ്ട എന്നൊന്നുമില്ല. പക്ഷെ അവിടെ തടഞ്ഞു നിന്ന് പോകരുത്. മെജോറിറ്റിക്കും ഈ ആത്മീയ മേഖലയിൽ പോകുന്ന പല വ്യക്തികൾക്കും, മെജോറിറ്റിക്കും പറ്റുന്ന ഒന്നിതാണ്. കുറേ ധ്യാനത്തിലൂടെയും കുറേ കാര്യങ്ങളിലൂടെയും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സിദ്ധികൾ എന്നൊക്കെ പറയുന്ന കുറച്ച് സംഗതികളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അവിടെ തടഞ്ഞു നിൽക്കും. കണ്ടോ, ഇപ്പോഴാണ് ഞാൻ ശരിക്കും സ്വാമിയായത്, ശരിക്കും സന്യാസിയായത്, ഇന്ന സിദ്ധി വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. നത്തിങ്. അത് കാണുക, അതിനൊരു സാക്ഷിയാവുക. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഇത് ഞാൻ ഒരു 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 മൈൽ സ്റ്റോൺ ആയിരിക്കുന്നു, ഇനിയും എനിക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് പോകരുത്, അത്രയേ ഉള്ളൂ. യെസ്, താങ്ക് യു സർ. താങ്ക് യു. മറ്റൊന്ന് ആരും എന്തോ ചോദിച്ചു വന്നല്ലോ. അല്ല, സാറ് ഓരോ ചക്രയുടെ അനുഭവങ്ങളും ഉം. കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരി. അപ്പൊ അത് ഇടയ്ക്ക് നോക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇത് ചെയ്ത് ഇപ്പൊ 2 മാസം 3 മാസത്തിലേക്ക് വരുമ്പോ നമുക്ക് ആ ഓരോ ചക്രയുടെ ആ ഓരോ അനുഭവങ്ങൾ അല്പാൽപമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലൈഫിൽ. ശരി. എന്താ പറയാ, അത് വരുന്നുണ്ട്. ശരി. അതിനെന്താന്ന്, അതായത് നമുക്കത് എന്താ അതൊരു നന്ദി പറയണോ, അതെന്താണെന്നുള്ള കാര്യം ആ ഒരു എന്താ പറയാ, നന്ദിയുടെ ഒരു നിറവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇനിയും നമുക്കത് പൂർണ്ണമായിട്ടും സാധ്യമാണ് എന്നുള്ളൊരു ഒരു തീർച്ചയായിട്ടും അത് അറിവിലേക്ക് വരുന്നുണ്ട്. ഇതൊരു പൂർണ്ണതയല്ല, ഒരു പൂർത്തീകരണമല്ല. അതിങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇനി അതിന്റെ നെക്സ്റ്റ് ലെവൽ എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ കിട്ടും. പ്രാപഞ്ചികമായിട്ടുള്ള യാത്രയുടെ വലിയൊരു അനുഗ്രഹം അതാണ്. നമുക്ക് വേണ്ടതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയോ നമ്മളെ തേടി വരികയോ ഒക്കെ ചെയ്യും. അതെ. ആ റിലേറ്റ് മക്കളുമായിട്ട്, ഫാമിലിയിലാണെങ്കിലും എല്ലാറ്റിലാണെങ്കിലും നമ്മളിങ്ങനെ അത് എന്താ പറയാ, ഒരു അത്ഭുതത്തോടെ നമ്മളൊരു സാക്ഷിയാവുകയാണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ റിയാലിറ്റി ആണ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു അതൊരു വല്ലാത്തൊരു അറിവിലേക്കാണ് സാർ നയിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ നന്ദി സാർ. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല വാക്കുകൾ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ മറ്റൊരു കാര്യം, ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്ക് എന്തോ സൂചിപ്പിച്ചിരുന്നു. വാസ്തവത്തില് ഞാൻ ഒരു നിയോഗം മാത്രമാണ് ആകുന്നത്, ഒരു നിമിത്തം മാത്രമാണ് ആകുന്നത്, അത്രയേ ഉള്ളൂ. എന്നിലൂടെ ഞാനെന്ന വ്യക്തിക്ക് അവിടെ ഒരു പ്രാധാന്യം, ഒറ്റ പ്രാധാന്യമില്ല. നിങ്ങളത് അറിയാനുള്ള സമയമായി, അതിനുള്ള നിയോഗം മാത്രമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഒന്ന്. ഇനി രണ്ട്, ഞാൻ വളരെ തുറന്ന് തന്നെ പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം, ഹിപ്നോസിസില് ഏറ്റവും കുറഞ്ഞത് കുറച്ച് വർഷങ്ങളുടെ പരിചയമെങ്കിലുമുണ്ട്, അത്രയെങ്കിലും എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, എനിക്ക് അധികം പരിചയമൊന്നുമില്ല. ഇവിടെ ഞാൻ പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കലാണ് സംഭവിക്കുന്നത്. വിട്ടുകൊടുക്കലാണ് പലപ്പോഴും നടത്തുന്നത്. പലപ്പോഴും വെറുതെ ഒരു ശൂന്യമായിട്ടാണ് രാവിലെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്.
ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അതിലപ്പുറം ബാക്കിയെല്ലാം അവിടെ സംഭവിച്ചു പോകുന്നതാണ്. അതാണ് ഞാൻ ഈ അത് ചില പറയുന്നത്. ദിവസങ്ങളിൽ മനസ്സിലാവുന്നുണ്ട്. ചില ഉം, ദിവസങ്ങളിൽ സാറിന്റെ ക്ലാസ് 7 ഉം. ചക്ര ക്ലാസ് എടുത്തപ്പോ ചില ദിവസങ്ങളിൽ സാർ അങ്ങനെ അതിലങ്ങനെ ലയിച്ച പറഞ്ഞു പോകുന്നത് ആ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഒരു നോട്ട് വായിക്കുകയോ ആ അല്ലെങ്കിൽ പഠിച്ചു വെച്ചത് പറയുകയോ അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉം, ഇതിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്ത ഒരാളാണ്. ഉം. കാരണം അതില് പേയ്മെന്റ് നമുക്ക് പറ്റുന്ന പോലെ ശരി അടയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരി. ഉം, എന്തോ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് മുന്നോട്ട് പോവാൻ മാനസികമായിട്ട് എനിക്ക് ഉം, ഉം, എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉം, അത് ആ ക്ലാസിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ആ എടുക്കുന്ന ആളുടെ കുറവോ ഒന്നുമല്ല. ഏറ്റവും ശരി. മികച്ച ഒരാളാണ്. പക്ഷെ ഉം, ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ സാറ് പറയുന്നത് ഇതിലൂടെ മനസ്സിലാക്കണം, കൂടുതൽ തീർച്ചയായിട്ടും. മനസ്സിലാക്കുകയാണ്. കാരണം ഉം, സാറിലൂടെയാണ് ഇത് അറിയാനും സാറിലൂടെയാണ് മുന്നോട്ട്. ഇപ്പൊ ആൽക്കമിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും ഉം, ക്ലാസ് തുടങ്ങി ഉം, ഉം. കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും കോർഡിനേറ്ററെ ബന്ധപ്പെട്ട് ശരി എനിക്കത് ആ സമയം എനിക്ക് പറ്റിയില്ല. പക്ഷെ ശരി ചേർന്നപ്പോ ചേരാതിരുന്നാലുള്ള നഷ്ടത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ ശരി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ശരി. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്, ആരിലൂടെ അറിയണം എന്നുള്ളത് കൂടി ഉം, ഉം, ഈ ഉം. ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശരി ശരി. കാര്യങ്ങൾ പ്രാപഞ്ചിക സത്യങ്ങളാണെങ്കിലും ഉം, നമ്മളെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആൾ ആരാണെന്ന് പ്രപഞ്ചം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതും കൂടെ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇപ്പോ. തീർച്ചയായിട്ടും. അപ്പോൾ സമയം, സാഹചര്യം, വ്യക്തികൾ, ഇതിൻ്റെ എല്ലാം ഒരു സമ്പൂർണമായിട്ടുള്ള സമന്വയം സംഭവിക്കുന്ന അതെ. സമയത്താണ് അതിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഉം. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആഴത്തിലുള്ള അറിവോ അനുഭവ സമ്പത്തോ ഒന്നും മുൻനിർത്തിയിട്ടല്ല ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത്. എനിക്കും പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് പേരെ കൂടെ കൂടെ കൂട്ടാം എന്ന് തോന്നി. അപ്പോൾ അത് എത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉം. എന്ത് തന്നെ ആയാലും ഏറ്റവും കുറഞ്ഞ പക്ഷം പൂർത്തീകരിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉം. അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് എന്ത് നന്മ വന്നിട്ടുണ്ടെങ്കിലും ശരി, എന്ത് നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ശരി, അതൊന്നും എൻ്റേതല്ല. അതെല്ലാം ഈ പറഞ്ഞ മാതിരി ഒരു ഒരു മാധ്യമം എന്നുള്ള വിധത്തിൽ എന്നിലൂടെ കടന്നു വന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ എന്ത് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ശരി, അത് എൻ്റേത് മാത്രമാണ്, എൻ്റെ മാത്രം പോരായ്മയാണ്. അതിന് എന്നോട് ക്ഷമിക്കുക. അത് ഗുരുക്കന്മാരിലേക്കോ പ്രപഞ്ചത്തിലേക്കോ ഒന്നും പോകേണ്ടതില്ല. അത് പൂർണ്ണമായിട്ടും എന്നിൽ മാത്രം അവശേഷിപ്പിക്കുക. ഞാൻ ഇനി ഉം. പറയൂ പറയൂ സിന്ധു. ഞാൻ ശരിക്കും ഇപ്പൊ സാറിത് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. പറയൂ. കാരണം അവിടെ അങ്ങനെ സാറിനൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഉം. ഞാനിപ്പോ ഈ ഹിപ്നോസിസില് എന്നിട്ട് ഇപ്പൊ ഈ ചക്രയില് ഉം, അതുമായി ബന്ധപ്പെട്ട് വന്ന ആൽക്കലിയില് ഒക്കെ ഉം. കൂടെ വന്നപ്പോ ശരിക്കും ഒരു ക്ലെൻസിങ് പ്രോസസ് ആണ് എനിക്ക് ശരി. ഒരു ഫീലാണ് കിട്ടിയത്. ഉം, ഉം, ഉം. ഇപ്പൊ സാറ് ഇപ്പൊ ഈ ലാസ്റ്റിൽ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഏകദേശം ഒരു 10-20 വർഷങ്ങൾ കൊണ്ട് കുറേ ഏറെ ഗുരുക്കന്മാരിലൂടെ ഉം, ഉം, ഉം. കടന്നുപോയിട്ടുണ്ട്. ആ, ശരി. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എവിടെ ഒരു പെരിഫറലി കാണുന്ന കാര്യങ്ങളായിരിക്കത്തില്ല, പിന്നെ വരുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നത് ഉം, ഒരു എക്കണോമിക് ഇത് മാത്രമായിട്ടാണ് ഉം, ഉം, തോന്നിയിട്ടുള്ളത്. ഉം, ഉം, ഉം. പക്ഷെ സാറിന്റെ ഒരു ഡെഡിക്കേഷൻ, സാറ് എത്രമാത്രമാണ് സാറിനെ തന്നെ സമർപ്പിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊത്ത് സാറ് കൺഫ്യൂസ്ഡ് ആവേണ്ടതേ ഇല്ല. സാറിന്റെ കറക്റ്റ് പാത്ത് തന്നെയാണ് അത്. സാറ് പ്രകൃതിയായിട്ട് സാറിനെ നിയോഗിക്കപ്പെട്ടതാവും. കാരണം ഇപ്പൊ ഈ ആൽക്കലിയില് എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഇന്നർ ഹാപ്പിനെസ്, ഉം, ഉം. ആ ഒരു ഫീൽ എന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചും അല്ലെങ്കിൽ ഭൗതികമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അത് അതിന്റെ വഴിക്ക് പോകുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു ബോധറേഷനെ ഫീൽ ആവാറില്ല. ശരി. ഒരു സെക്കൻഡ് കണ്ണടച്ചാൽ പോലും എന്തോ ഒരു ആന്തരികമായ സന്തോഷം
ശരി. ആ ഒരു ഫീലിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കാൻ സാറിന് പറ്റുന്നുവെങ്കിൽ അവിടെ പിന്നെ സാർ എന്തിനാണ് അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം? അതെനിക്കല്ല പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വിട്ടുകൊടുക്കൽ മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അതല്ലാതെ ഈ പറയുന്ന മറ്റു കാര്യങ്ങളിൽ പിന്നെയും ഹിപ്നോസിസ് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെയും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ചക്ര മെഡിറ്റേഷനിലെ ഒരു ഭൗതിക തലത്തിൽ ഒരു ഗുരു എന്ന് പറയാൻ എനിക്ക് ഒരാളുമില്ല, ഒറ്റൊരാളും ഇല്ല. റിയലി അത് പറയുന്നതിന്റെ നല്ലതാണോ അല്ല അതാണോ എനിക്ക് അറിയില്ല. എന്ത് തന്നെയായാലും. അതിപ്പോ നല്ലതാണെന്നാണ് സാർ തോന്നുന്നത്. കാരണം ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ കീഴിൽ അകപ്പെട്ടു പോകും. ഇതങ്ങനെയല്ല, തുറന്നു സാർ പരിപൂർണമായി തുറന്ന് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ച് അത് തരുമ്പോ, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് എടുക്കുമ്പോ നമ്മൾ എഴുതി വെക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ ഓരോ സാറിന്റെ ക്ലാസ് നോട്ടാണ് ഞാൻ എഴുതാറ്. അല്ലാണ്ട് ശരി. ഇതെന്ന് നമ്മള് മൊബൈലില് വരുന്ന നോട്ടല്ല എഴുതിയെടുക്കുന്നത്, ഒരു ക്ലാസ് നോട്ടാണ് എഴുതിയത്. സാറിന് ആ ശരി. ഓരോ വാക്കുകളും ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. ആ എഴുതുമ്പോ എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയും ഉണ്ടോ അറിവുകൾ, അല്ല ഇങ്ങനെയും പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ശരി. അപ്പൊ ഞാൻ വിചാരിച്ചത് സാർ ഈ നിമിഷം പറയുന്നതിലുപരി സാർ ഇതിൽ ഒരുപാട് വർഷത്തെ ഇല്ല. റിസർച്ച് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഒരു ഇപ്പൊ തുറന്ന് പറഞ്ഞപ്പോഴാണ് അറിയില്ലേ, അറിഞ്ഞത്. ഈ ക്ലാസ് തുടങ്ങുന്നത് വരെ ഞാൻ ഒന്നുമല്ല. ഇപ്പോഴും ആണെന്നല്ല ഞാൻ പറയുന്നത്, അതുവരെ ഒന്നും അല്ല, അറിയില്ലായിരുന്നു. പക്ഷെ സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇതിലേറെ അറിവുകൾ തന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തലവേദന വരും. കാരണം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് ഓക്കെയാണ്. അപ്പൊ ആൽക്കമി ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസവും വൈകിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം തുടങ്ങാൻ വൈകിയത് കൊണ്ട് തന്നെ ആ ഒരു മെഡിറ്റേഷന്റെ ദിവസങ്ങളും വൈകുന്നുണ്ട്. ശരി. എങ്കിൽ പോലും ഇത് ആത്മാർത്ഥതയോടെ ഞാൻ പല കോഴ്സുകൾ വേറെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയാണ്, ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ ഞങ്ങളെ ഇത്രയും വലിയൊരു നിലയിൽ എത്തിക്കാൻ സാറ് ശ്രമിച്ചേന്. സാറ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശരിക്കും ഒരു ഈശ്വര തുല്യനാണ്. കാരണം ആ ഓരോ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോഴുമുള്ള ഫീല്, നമ്മൾ ഇതുപോലെ കോഴ്സിൽ പങ്കെടുക്കുമ്പോ അവിടെയൊക്കെ മെഡിറ്റേഷൻ തരാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ഫീല്, നമ്മൾ അങ്ങനെ വേറെ നിലയിലെത്തുന്ന ഒരു ഫീലാണ്. ആൽക്കമി എനിക്ക് അത്രയൊക്കെ ഫീസേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഈ മറ്റു കോഴ്സുകളെ മറ്റ് ഗുരുക്കന്മാരെ നോക്കുമ്പോ വളരെ കുറഞ്ഞ നിലയിൽ ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ പറ്റിയ ഒരു സാറിന് നന്ദി എന്നല്ല, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈശ്വര തുല്യനാണ് ഇപ്പൊ ഞങ്ങൾക്ക് സാറ്. കാരണം ആ ഒരു ഫീൽ അനുഭവിച്ചുകൊണ്ട് പറയാണ്. ഓരോ മെഡിറ്റേഷനും വ്യത്യസ്ത, മനോഹരം. എനിക്ക് ഇതിന് വലിയ വാക്കുകൾ അറിയില്ല. അതുപോലെ തന്നെ ആൽക്കമിയെ കുറിച്ച് ഒരു നിമിഷം, ആൽക്കമിയെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ്. അതൊരു പക്ഷേ ഈ ചക്ര മെഡിറ്റേഷനിലൂടെ കിട്ടിയ ഒരു ഊർജം, അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരിക്കാം ആൽക്കമി. കാരണം ഞാൻ ഇതിനു മുൻപ്, നിങ്ങൾ പലർക്കും അറിയാം, ഇതിനു മുമ്പ് ലോ ഓഫ് അട്രാക്ഷന്റെ ഒത്തിരി കോഴ്സുകൾ ഓൺലൈനും ഓഫ്ലൈനും റെക്കോർഡിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യാസം ആൽക്കമിയിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് ചക്ര മെഡിറ്റേഷനിലൂടെ കിട്ടിയ ആ ഒരു എനർജിയുടെ പ്രതിഫലനം തന്നെ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. പറയൂ. മനോഹരമാണ് സാർ. സന്തോഷം. മറ്റാരും എന്ത് പറഞ്ഞു തുടങ്ങിയിരുന്നല്ലോ? ഇല്ല, അത് പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരി, സന്തോഷം. ശരിക്കും ഈശ്വര തുല്യനാണ്. ഞങ്ങൾക്ക് നമ്മളെല്ലാവരും ഈശ്വര തുല്യരാണ് സാർ. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടും ഇത് ചെയ്യാനായിട്ടും ഒരു ഗുരു ഉണ്ടല്ലോ എന്നുള്ള ഒരു സ്ഥാനം, അതാണ് ഞാൻ അങ്ങയെ കുറിച്ച് സങ്കല്പിക്കുന്നത്. ശരി, അതും പറയാറുണ്ട്. ശിഷ്യൻ പ്രാപ്തമാകുമ്പോഴാണ് ഗുരു അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. അതായത് ശിഷ്യന്റെ പ്രാപ്തി എത്രയാണോ അതിനനുസരിച്ചുള്ള ഗുരുവിനെയാണ് അവിടെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ആൾക്കാരെ കിട്ടുമായിരുന്നിരിക്കണം. അല്ലല്ല സാർ, ഇതുപോലെ പല കോഴ്സുകളും എടുക്കുന്നുണ്ട്. അതിനുള്ള ഡെഡിക്കേഷനും ആത്മാർത്ഥതയുമാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്നത് സാർ. അതിന് കാരണം ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മള് അവിടുന്ന് കിട്ടുന്നത് എന്താണോ അത് ഞാൻ അങ്ങനെ തന്നെ വലിയ മായമൊന്നും ചേർക്കാതെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിലെ എൻ്റെതായിട്ടുള്ള ചില അറിവുകളും അനുഭവങ്ങളും കൂട്ടിച്ചേർക്കാറുണ്ട്. കുറച്ച് സയൻസും സൈക്കോളജിയും കൂട്ടിച്ചേർക്കാറുണ്ട്. അത് ഞാനായിട്ട് കൂട്ടിച്ചേർക്കുന്നില്ല കേട്ടോ, അതും ഇവിടുന്ന് വരുന്നത് തന്നെയാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ, വളരെ ഗംഭീരമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഭ്രമരി മിക്കവാറും മെഡിറ്റേഷൻ ക്ലാസ്സുകളിലൂടെ പോയ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും, മറ്റ് മെഡിറ്റേഷൻ ക്ലാസ്സുകളിലും. പക്ഷെ എന്താണ് അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല.
എങ്ങനെയാണ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയമായിട്ടും ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അത് നിങ്ങൾ ഫീൽ ചെയ്തോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, അതിൻ്റെ സയൻസ് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രബോധമുള്ള കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഇന്നിങ്ങനെ മൂളുന്നതിൽ എന്താണ് കഥ എന്ന് കുഞ്ഞ് ചോദിച്ചാൽ, മകനോ മകളോ ചോദിച്ചാൽ, അത് സാറ് പറഞ്ഞു അല്ലെങ്കിൽ ഗുരു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയും, വെറുതെ എന്തിനാ കണ്ണടച്ച് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്. പക്ഷെ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, മോനെ നീ പഠിച്ച ഈ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി ഇല്ലേ, ബിഗ് ബാങ് സംഭവിച്ച സമയത്തുള്ള ആ ഒരു വൈബ്രേഷൻ ഇല്ലേ, അമ്മയുടെ മടിയിൽ അമ്മയുടെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ആ സമാധാനമില്ലേ, അതാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്, അതിന്റെ കാരണം ഇതാണ് എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്നിട്ട് അവനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അവനും അവൾക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അവിടെയാണ് നമ്മളിലൊരു സമ്പൂർണ്ണത സംഭവിക്കുന്നത്. മാത്രമല്ല, കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന സമയത്ത് എന്തിന് നിലത്ത് കിടക്കണം, എന്തിന് നിലത്തിരിക്കണം, എന്തിന് പാദം നിലത്തൂന്നി നടക്കണം, ഇതൊക്കെ അതിൻ്റെ സയൻസ് കൂടി അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ വൃത്തിയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അത് ചെയ്യണ്ടെന്ന്, വൃത്തിയില്ലായ്മ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും പാദം നിലത്തൂന്നി നടക്കണമെന്ന് പറയുമ്പോൾ അത് എന്തിന്, അതുള്ളിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി അറിയാനും അറിയിക്കാനും സാധിച്ചാൽ കുറച്ചുകൂടി അത് ഇഫക്റ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ ബീജമന്ത്ര ചാന്റ് ചെയ്യുമ്പോൾ ഈ ഭ്രമരി ചേർക്കണം മുതലേ, അതായത് നമ്മൾ ആ നീട്ടി ആ മൂളി വൈബ്രേഷൻ. ആ ഒരു ഇത് ചേർക്കണം എന്നുള്ള ആ വൈബ്രേഷൻ ഫീൽ ചെയ്യണം എന്നുള്ളത് സാറിന്റെ ക്ലാസ് നിന്നാണ് മനസ്സിലാക്കിയത്. കാരണം ഇതിന് മുന്നിൽ വേറെ ഒരു ചക്ര ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അത് ലീവായി വന്നു. പക്ഷെ അവിടെ ആ ചക്ര തുടങ്ങിയപ്പോൾ അവിടെ ലം വം അങ്ങനെ ആയിരുന്നു. നമ്മൾ അത് അതിന്റെ ശാസ്ത്രീയമായ വശമോ മറ്റു ഭാഗങ്ങളോ പറഞ്ഞു തന്നിരുന്നില്ല. ആ ഗുരു നമ്മളോട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അത് അവിടെ ഭ്രമരിയല്ല, നാഡീശുദ്ധിയാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അതിന്റെ ശാസ്ത്രീയ വശങ്ങളും കാര്യങ്ങളും ഇതിൽ നിന്നാണ് മനസ്സിലായത്. ഇതിൽ എനിക്ക് മാത്രമല്ല, ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം. ശരി. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇപ്പുറത്ത് പറഞ്ഞിട്ട് വരാം. ഇടയിൽ ആരോ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളേഴ്സ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്, ഇല്ലേ? അതിൽ വിഷമിക്കേണ്ടതില്ല. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, സൈക്കോളജിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചില ഹിപ്നോസിസ് ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, അതായത് കണ്ട്, കേട്ട്, തൊട്ട്, ഈ 3 വിധത്തിലാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ വിഷ്വൽ ആയിട്ടുള്ള നമ്മളിൽ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ, മീൻസ് ഒരു 100% ഒരാൾ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 60% വിഷ്വൽ ആയിരിക്കും, 30% ഓഡിറ്ററി ആയിരിക്കും, 10% ആയിരിക്കും ചിലപ്പോൾ കിനസ്തെറ്റിക്, അല്ലെങ്കിൽ ചിലപ്പോൾ 50% വിഷ്വൽ, 40% ഓഡിറ്ററി, ബാക്കി കിനസ്തെറ്റിക്, ഇങ്ങനെയായിരിക്കും. അപ്പോൾ വിഷ്വൽ കുറഞ്ഞ ആൾക്ക്, ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10% അല്ലെങ്കിൽ 20% ഉള്ളൂ അയാൾ വിഷ്വൽ, ബാക്കി ഓഡിറ്ററിയും കിനസ്തെറ്റിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിഷ്വലൈസേഷൻ അത്ര ഇഫക്റ്റീവായിട്ട് സാധിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ അതിൽ വിഷമിക്കുകയേ വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ചക്ര മെഡിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം കളേഴ്സ് കാണുന്നു, ബീജമന്ത്രങ്ങൾ കേൾക്കുന്നു, അതിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. വിഷ്വലും ഓഡിറ്ററിയും കിനസ്തെറ്റിക്കും നമ്മൾ ഒരേ വിധത്തിൽ ഇവിടെ സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ പറ്റുന്നില്ല, നോ പ്രോബ്ലം, വിട്ടുകളഞ്ഞേക്കൂ. അല്ല എനിക്കത് കാണാൻ പറ്റുന്നില്ല, സോ എന്താ ചെയ്യുക, വെറീഡ് ആവുക വേണ്ട. കാരണം നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് സെൻസ് ചെയ്യാം, ഇത്രേ വേണ്ടൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോ ഓഫ് അട്രാക്ഷനിലും ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകളില്ലേ? വിഷ്വലൈസേഷൻ ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ? അതിന്റെ കാരണം ഇതാണ്, വ്യക്തികൾ വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്, അവരവരുടെ വ്യത്യസ്തതകൾ അനുസരിച്ചിട്ടാണ് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ സാരമില്ല, അത് വിട്ടേക്കൂ. നിങ്ങൾക്ക് ഓഡിറ്ററിയും കിനസ്തെറ്റിക്കും ഭംഗിയായിട്ട്, ഓഡിറ്ററി മീൻസ് ആ മന്ത്ര ജപം കേൾക്കാം, അതിൻ്റെ വൈബ്രേഷൻ്റെ ഫീല് നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടും, ഇത്രേ വേണ്ടൂ. ഇനി ടച്ച് വേറെയുണ്ടോ? വൈബ്രേഷൻ ഫീൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാം. അതായത് എൻ്റെ മുത്തശ്ശൻ സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ കാലത്തൊക്കെ
പൂജ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ചില മന്ത്രജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചക്രകളൊക്കെ ആ മന്ത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. മന്ത്രജപങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ശിരസ് ഓരോരോ പാട്ടുകൾ ഇങ്ങനെ തൊടാറുണ്ട്, തൊട്ടിട്ട് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്, വിഷ്വലൈസേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ, ഓഡിറ്ററിയും കൃത്യമല്ല എങ്കിൽ ആ ടച്ച് കൊണ്ട് പറ്റും. അപ്പൊ അതാത് സമയത്ത് അതാത് ചക്രകളിൽ സ്പർശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരീഡാവണ്ട. സാറേ വേറെ ഡൗട്ട് ഉണ്ട് സാറേ. പറയൂ. ഈ ശ്രീ രവിശങ്കറുടെ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഭ്രമരിയിൽ വ്യത്യാസമുണ്ട്. ശരി. കാരണം അത് നമ്മുടെ കണ്ണിന് ഈ വിരല് സ്പർശിക്കാതെ തന്നെ ഉം. തള്ളവിരല് ചെവിയിൽ വെച്ച് ഉം. അത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അത് ഏതാണ് നമുക്ക് കറക്റ്റ് ഉചിതം എന്നുള്ളത് ഏതാണ്? എല്ലാം ഉചിതം തന്നെയാണ്. ഞാൻ കണ്ണിൽ കൂടി വെക്കാൻ പറയുന്നതിന് കാരണം സമ്പൂർണമായിട്ടുള്ള ഒരു ഉൾവലിയലിന് വേണ്ടിയിട്ടാണ്. ഭ്രമരി ചെയ്യുന്നത് തന്നെ സമ്പൂർണമായിട്ടുള്ള ഉൾവലിയലിന് വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്ന ചെവി വിരൽ കൊണ്ട് അടച്ചു വെക്കും. കണ്ണ് ജസ്റ്റ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വെറുതെ ഒന്ന് കണ്ണടച്ച് നോക്കുക, വെറുതെ ഒന്ന് കണ്ണടച്ച് നോക്കുക. ഒന്ന്. രണ്ട്, കണ്ണടച്ചതിന് ശേഷം ഈ രണ്ട് വിരൽ കൂടി അതിന്റെ മുകളിൽ മെല്ലെ ഒന്ന് വെച്ച് നോക്കുക. എപ്പോഴാണ് എനിക്ക് നല്ലപോലെ സമ്പൂർണ്ണമായി ഏതാ നല്ലപോലെ ഫീൽ ചെയ്യുന്നത് സാർ പറഞ്ഞു തന്നതാ. എപ്പോഴാണ് സമ്പൂർണമായിട്ടുള്ള ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. സമ്പൂർണമായിട്ടുള്ള പിൻവാങ്ങലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ പരമാവധി ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ തന്നെ ഇരുട്ടായി, പക്ഷെ എങ്കിലും പ്രകാശം അവിടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒന്ന്. രണ്ട്, സമ്പൂർണമായിട്ടുള്ള ഇരുട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് കരുതിക്കോളൂ. ഈ പറഞ്ഞ മാതിരി ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ കണ്ണ് അടച്ചു വെക്കേണ്ടതില്ല. അല്ലാതെ തന്നെ അവിടെ മീൻസ് കണ്ണ് ഇങ്ങനെ അടച്ചു വെക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വിരൽ വെച്ച് അടയ്ക്കേണ്ടതില്ല. അല്ലാതെ തന്നെ അവിടെ ഇരുട്ടായി, സമ്പൂർണമായിട്ടുള്ള പിൻവലിയലായി. അപ്പൊ ഇവിടെ എല്ലാ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്ന് ശരി ഒന്ന് തെറ്റ് അങ്ങനൊന്നും അല്ല. അത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ കാര്യം. ഇതാണ്. താങ്ക് യു. കുറെ വർഷങ്ങൾ സാറിന്റെ തിയറി ഞാൻ കുറെ വർഷങ്ങൾ സാറിന്റെ തിയറിയാണ് നമ്മുടെ സാറിന്റെ തിയറിയാണ് കുറച്ച് ആന്തരികമായിട്ട് ഇതിന്റെ കാരണം ഇതാണ്. അത്രയേ ഉള്ളൂ. ആന്തരികമായിട്ട് ടച്ച് ഉണ്ടാകുന്ന സാർ പറഞ്ഞു തന്ന അതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ സയൻസും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു. മോഹൻദാസ് സാർ പറയൂ. ഞാൻ സാറിന്റെ കൂടെ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയൂ. താങ്കൾക്ക് റേഞ്ച് നെറ്റ് കുറവാന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞോളൂ. പറയൂ. ഞാൻ സാറിന്റെ കൂടെ ഒട്ടുമിക്ക കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു വലിയ മിറാക്കിള് ഉണ്ടായിട്ടുണ്ട് സാറിന്റെ കോഴ്സുകളിലൂടെ മാത്രമാണ്. എസ്പെഷ്യലി ഓരോ മെഡിറ്റേഷനുകളും ഞാൻ പല പ്രാവശ്യം സാറിന്റെ കൂടെ അറ്റൻഡ് ചെയ്യുന്നതും ഓരോ ദിവസം കൂടുതൽ സാറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ ഒരു ക്ലാസ്സിലെടുത്ത കാര്യമൊക്കെ സാർ അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമാണ്. ശാരീരികവും മാനസികവുമായിട്ടും ആത്മീയമായിട്ടും ഇത്രയധികം ഉയർച്ചയിലെത്താനും ഉന്നതിയിലെത്താനും കഴിഞ്ഞത് എസ്പെഷ്യലി ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ അങ്ങനത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാനിതുപോലെ കുറെ കാലമായിട്ട് ഇങ്ങനെ ആത്മീയമായിട്ട് ഹിപ്നോസിസ് ക്ലാസ്സുകളൊക്കെ പലതും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാറിന്റെ ക്ലാസ് വന്നതിനെയാണ്. ഇന്നിപ്പോ ഞാൻ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, അതുപോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് വരുന്ന ഞങ്ങളുടെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം എനിക്ക് സ്റ്റേജിൽ കയറി സത്യം പറഞ്ഞാൽ കൂടുതൽ ഞാൻ പാട്ടൊക്കെ പാടുന്ന തുടങ്ങി എനിക്ക് പേടിയായിരുന്നു. ഇന്നിപ്പോ ഞാൻ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് എടുക്കാൻ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് നമ്മുടെ ആത്മീയം നമ്മുടെ ഈ ഉയർച്ച എനിക്കിപ്പോ ഇന്ന് റിട്ടയർഡ് ആയതൊരു ചിന്ത പോലും ഇല്ല. അപ്പൊ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്രയധികം ഉന്നതിയിലെത്താൻ കഴിഞ്ഞ സാറിന്റെ ഓരോ ഹിപ്നോസിസ് ക്ലാസ്സുകളിലൂടെ ചക്ര മെഡിറ്റേഷനും എസ്പെഷ്യലി സാറിന്റെ ഒരു ശബ്ദം കേട്ടാൽ മതി. ക്ലാസ്സിലെടുക്കാൻ ചെല്ലുമ്പോൾ സാറിന്റെ ഒരു ആ ശബ്ദം കേട്ടാൽ മതി, മോട്ടിവേഷൻ തന്നെ വരും. അത്ര അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ തരം ഉയർച്ചകളും ഈ സാറിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറിനോട് എന്തെങ്കിലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. മുകളിലേക്ക് നേരിട്ട്. ഇനി ശബ്ദത്തിന്റെ വേറൊരു കാര്യം പറയാം കേട്ടോ. ഞാന് ഒരു 10 വർഷം മുമ്പ് ഞാൻ ഏറ്റവും ആദ്യം ഗൈഡഡ് മെഡിറ്റേഷൻ, എനിക്ക് ഹിപ്നോസിസ് നന്നായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം
അപ്പോൾ ഈ പറയുന്ന മാതിരി ഗൈഡഡ് ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഫോളോ അപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഗൈഡഡ് ഹിപ്നോസിസ് ഉപയോഗിക്കാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ആയിരുന്നു, നല്ല ശബ്ദമുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ആയിരുന്നു. അപ്പോൾ ആരെയൊക്കെയോ അന്ന് അവൈലബിൾ ആയി, പക്ഷെ അവർ ചോദിച്ച പേയ്മെന്റ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്നൊരു ശ്രമമൊക്കെ നടത്തി പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അന്ന് പൈസ കിട്ടിയില്ല. അന്ന് ചിലപ്പോൾ എനിക്കത് വിഷമിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നില്ല അന്ന് വിഷമിച്ചോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും ഡബിങ് ആർട്ടിസ്റ്റിന് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടുള്ള വേദന ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സാരമില്ല, ഉള്ളതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അന്ന് CD ആണ്, ഇന്നത്തെ മാതിരി ഇത് പെൻഡ്രൈവ് ഒന്നുമല്ല. പെൻഡ്രൈവും ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും അന്ന് CD ആണ് പ്രചാരത്തിലുള്ളത്. അപ്പൊ CD-യിലാക്കിയിട്ട് കുറച്ച് പേർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. വളരെ പേടിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് ശബ്ദത്തെക്കുറിച്ചായിരുന്നു. ഞാൻ ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പൈസ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഡബിങ് ആർട്ടിസ്റ്റിന് കൊടുക്കാൻ വേണ്ടി, പക്ഷെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ മെഡിറ്റേഷനിലൂടെ ഇന്നും കേൾക്കുന്നത് മറ്റാരുടെയെങ്കിലും ഒക്കെ ശബ്ദമായിരിക്കും. അത് ശബ്ദം ഒരു പക്ഷേ നല്ല ശബ്ദമായിരിക്കാം, പക്ഷേ ഒരു ഫീല് ചിലപ്പോൾ അവിടെ കിട്ടിക്കൊള്ളണം എന്ന് വരില്ല. എനിക്ക് പ്രൊഫഷണലി എന്തുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ മോഡുലേഷൻ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ അഗാധമായ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ അഗാധതയുടെ മോഡുലേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതെങ്ങനെയാണ് വ്യക്തികളുടെ മനസ്സിലെ സ്വാധീനിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ്. അതൊരു പക്ഷെ ആ ഡബിങ് ആർട്ടിസ്റ്റിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ചാൽ പ്രകൃതി ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് കൊണ്ടുതരിക എന്നുള്ളതാണ്. അന്ന് പൈസ ആഗ്രഹിച്ചപ്പോൾ പൈസ കിട്ടിയിരുന്നുവെങ്കിൽ ശബ്ദം നിങ്ങൾ കേൾക്കില്ലായിരുന്നു, പക്ഷെ പൈസ തന്നില്ല അന്ന്. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ശബ്ദവും കൂടിയാണല്ലോ. അതാ ഞാൻ പറയുന്നത്, അന്ന് പൈസ ഒരു തന്നില്ല. വ്യക്തിയുടെ പൈസ ഐഡന്റിറ്റി. തന്നിരുന്നുവെങ്കിൽ അന്ന് ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യായിരുന്നു. പൈസ തന്നില്ല, പക്ഷെ ശബ്ദം തന്നു. ഈ ഒരു കാര്യം നമുക്ക് സംഗീതത്തിലുണ്ടാകുന്ന ഫീൽ ചെയ്യാറുണ്ട്. അതാണ്. എന്താണ് സാർ ശരീരത്തിന് സംഗീതത്തിലുണ്ടാകുന്ന ഫീല് പോലെ തന്നെ സാറിന്റെ ആ ഉറക്കം വരുന്ന രീതിയിലുള്ള പറച്ചിൽ വളരെ ഭംഗിയാണ്. അത് ശരിയാണ്. അതാണ് ചിലര് പറയുന്നുണ്ട്, വൈകിട്ട് കേൾക്കുമ്പോ ഉറങ്ങി പോകുന്ന ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കുമ്പോ കാരണം മിക്കവരും ഉറങ്ങി പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഇരുന്ന് ചെയ്യുന്നുണ്ട്, ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയില്ല. ശരി. ഓക്കെയാണ്. സന്തോഷം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിനെ എൻജോയ് ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി നന്ദി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ തുടർ യാത്രയുടെ കാര്യമാണ്. തുടർ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അടുത്ത ഒരു തലം ആലോചിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിതറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു വൈബ്രേഷൻ എന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, പ്രാക്ടീസ് സ്ഥിരമായിട്ട് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രയൊക്കെ സമയമില്ലെങ്കിലും ശരി. നോക്ക്, നമ്മൾ എത്രയൊക്കെ തിരക്കാണ്. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ വൈകിപ്പോയി, നേരത്തെ ഓഫീസിലെത്തണം, പക്ഷെ നിങ്ങൾ ബ്രഷ് ചെയ്യാതെ പോകാറില്ല. കുളിച്ചില്ലെങ്കിൽ പോലും ഒന്ന് പൗഡർ ഇടുക, മുഖം കഴുകുക ചെയ്യാതെ പോകാറില്ല. അത്ര തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. ഇടയിൽ ആരോ എന്നോട് ചോദിച്ചു, സാറേ മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല സാർ 5 മിനിറ്റ് ഇല്ല, അത്ര തിരക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പല്ലിയേക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ബ്രഷ് ചെയ്യാറുണ്ടോ? ഓ ബ്രഷ് ചെയ്യാറുണ്ട്, അത് നിർത്തിക്കോളാൻ പറഞ്ഞു. ബ്രഷ് ചെയ്യണ്ട, ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്തോളാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം മെജോറിറ്റിയും മറ്റുള്ളവർക്കായിരിക്കും. അത് സാരമില്ല, അവർക്ക് ബുദ്ധിമുട്ടിക്കോട്ടെ, നിങ്ങൾ ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്തോ. അത് കുറച്ച് തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അതിൽ കാര്യമുണ്ട്. സമയക്രമീകരണം ഒരു പ്രശ്നമോ സാറേ? കണ്ടെത്തുക.
ഞാൻ അതും പറയാറുണ്ട്. നമ്മൾ എത്ര സമയമില്ല എന്ന് പറഞ്ഞ് ഓടുമ്പോഴും ഈ ഓട്ടത്തിനിടയിൽ കാലിലൊരു മുള്ളു കൊണ്ടുവന്നിരിക്കട്ടെ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഓടുവോ? ആ മുള്ളും പിടിച്ചിട്ട് ഓടുവോ? നമ്മൾ സമയം കണ്ടെത്തില്ലേ അതിന് എടുക്കാൻ വേണ്ടിയിട്ട്? അത്രേ അതെ ഉള്ളൂ, അതെ അതെ. അത്രേ ഉള്ളൂ. സർ, ചില ദിവസം വൈകുന്നേരങ്ങളിൽ, ചില ദിവസം രാവിലെ, അങ്ങനെ ചെയ്യുന്നോണ്ട് കഴിയുന്നിടത്തോളം ഒരേ സമയം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. ഇപ്പോ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും 1 മണിക്ക് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ 1 മണിയാകുമ്പോൾ ശരീരം അതിന് തയ്യാറാകും. ആ 1 മണിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, 2 മണി കഴിഞ്ഞു, 1:30 ആകുമ്പോഴേക്കും നല്ല വിശക്കാൻ തുടങ്ങും, 2 മണി കഴിഞ്ഞു, 3 മണിയാകുമ്പോൾ എന്താ സംഭവിക്കുക? ആ വിശപ്പ് കെട്ടുപോയി. ഇപ്പൊ വിശപ്പുണ്ടാവില്ല. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഇത്. ശരീരം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് മനസ്സിന്. ഒരേ സമയം ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ്, ശരീരം കൂടുതൽ സജ്ജമായിരിക്കും. അതാണ്. ആരോ ഒരാൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. രജിത, രജിത മ്യൂട്ടാണോ? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല, എന്തോ കാരണം കൊണ്ട് മ്യൂട്ടാണ് രജിത. ഓക്കെ, മ്യൂട്ട് മാറി, പറയൂ. ഞാൻ നേരത്തെ മുതലേ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അനുവാദം കിട്ടാഞ്ഞിട്ടാ. ശരി, പറയൂ. സാറിന്റെ ക്ലാസ്സിനെ പറ്റി വിവരിക്കാനാവാത്ത അത്രയും എനിക്കത് ഈ ഒരു ക്ലാസ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്കധികം അനുഭവങ്ങളുണ്ട്. ഓരോ പ്രാവശ്യം ഇങ്ങനെ, ഞാൻ തുടക്കം പറയട്ടെ, ഞാൻ 1 വർഷം മുമ്പ് വരെ തീരെ ഉറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഹിപ്നോസിസ് ക്ലാസ്സിലൂടെ വന്നു, മറ്റു പല ക്ലാസ്സുകൾ, അതിന് ശേഷമുള്ള കോഴ്സുകളൊന്നും ഞാൻ വിട്ടില്ല. കാരണം എനിക്കുള്ള എന്താണോ ആവശ്യം അത് മുഴുവൻ എനിക്ക് സാറിന്റെ അടുത്ത് വന്നാൽ കിട്ടുമെന്ന് എനിക്ക് അത്രയ്ക്കും ഉറപ്പും അനുഭവം ഉണ്ടായി. അങ്ങനെ വീണ്ടും 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 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. സാർ എഴുതിയത് കുറേ കാര്യങ്ങൾ വായിച്ചു. അങ്ങനെ ഞാൻ കൂടെ നടന്നു. ശരിക്കും സാർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓഡിയോ ബുക്ക് അത് യൂട്യൂബിൽ ഇട്ടിരുന്നല്ലോ, അത് ഞാൻ കൃത്യമായിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് പ്ലേ ചെയ്യും. ഒരിക്കൽ അത് കേട്ടുകൊണ്ട് ഒരു ടീച്ചർ വന്നു, ഒരു റിട്ടയർഡ് ടീച്ചർ. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ടീച്ചർ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഇനിയുണ്ടോ? അപ്പൊ പറഞ്ഞു, ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെയും നന്ദി പറയാമല്ലേ എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, ഞാനിത് കുട്ടികളുടെ അടുത്ത് ഇനി പറയും, ഇങ്ങനെ നന്ദി പറയണമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് കേൾക്കുന്ന പലരും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും സാറിന്റെ വോയിസ് മോഡുലേഷനിൽ ആ നന്ദി പറയുന്നത് വളരെ ഫീല് തരുന്നുണ്ട്. അത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അത് വഴിതെളിയിക്കുന്നുണ്ട്. ഞാൻ സാറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ 21 ദിവസത്തെ കോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിനും ഏറ്റവും ഒടുവില് സാർ നന്ദി പറയുന്ന ആ ഒരു സ്റ്റേജില് ഞാൻ ശരിക്കും കരയായിരുന്നു. അത്രയ്ക്ക് ഫീല് വന്നു എനിക്ക്. എങ്ങനെയാ ഇങ്ങനെ നന്ദി പറയാൻ പറ്റുക? പിന്നീട് പലപ്പോഴും ഞാന് ഓരോ അവസരം കിട്ടുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് ഞാൻ നന്ദി പറഞ്ഞ് ശരിക്കും ശീലിച്ചു തുടങ്ങി. നന്ദി മനസ്സിൽ പറയാറുണ്ട്, പക്ഷെ പുറമേ അങ്ങനെ ഞാൻ പറയാറുണ്ടായിരുന്നില്ല. ഇപ്പം ഒരു കോഫി ഷോപ്പിൽ ചെന്നാല് ഒരു കോഫി തരുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ നന്ദി പറയും. അതൊരു ശീലമായി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു. പിന്നെ പലപ്പോഴും ഞാന് 2 or 3 കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ എന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യും, എനിക്ക് ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളൊരു, ചെയ്യണം എന്നുണ്ട് 100%, അതെല്ലാം ചെയ്യണം എന്നുള്ള ആ വിചാരങ്ങൾ എന്നിലേക്ക് ക്രിയേറ്റ് ചെയ്ത സാർ തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ എന്റെ ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായ സമയത്ത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചക്രയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഓരോ കുരുക്കുകൾ, അത് ഊരാക്കുരുക്കാണെന്ന് എനിക്ക് ആദ്യം തോന്നിയെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ കുരുക്കുകൾ അതിൽ നിന്ന് ഊരി ഊരി പോകാനായിട്ട് തുടങ്ങി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഈ സമീപ കാലത്ത് വരെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വന്നു. അതിൽ നിന്നൊക്കെ ഞാൻ വളരെ ഭംഗിയായിട്ട് എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റി. ഇനിയും മുമ്പോട്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ലൊരു ധൈര്യം സാറ് തന്നു. അത് എനിക്ക് ഒരുപാട്
എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല സർ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ എനിക്ക് എന്റെ മുന്നിൽ എത്തിച്ചു എന്നുള്ളത് എനിക്ക് ഈശ്വരനോട് അത്രയ്ക്കധികം നന്ദിയുണ്ട്. സന്തോഷം. എനിക്ക് എന്തൊക്കെയോ പറയണം, പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും സന്തോഷം. വിവരിക്കാനാവാത്ത അത്രയ്ക്കും ഫീലിംഗ് ആണ് സാറിന്റെ ഓരോ ക്ലാസ്സും കിട്ടുമ്പോ അത് അനുഭവിക്കാൻ പറ്റുന്നത്. ഇപ്പം ആൽക്കമിയിൽ ഞാൻ കുറച്ച് പിന്നിലേക്കാണ്. ആ സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ശാരീരികമായിട്ട് ക്ഷീണം തോന്നുന്ന ആ സമയത്ത് പോലും എന്താ അറിയില്ല, അത് ആ സമയത്ത് എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ആൽക്കമി ഒരു 2 ദിവസം പുറകിലാണെങ്കിൽ പോലും എനിക്ക് അതിന്റെ ഒപ്പം മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അത് സാറിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരുപാട് സന്തോഷം സർ. സന്തോഷം. താങ്ക് യു സർ. അവര് പറഞ്ഞ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു വീഡിയോ ഗ്രൂപ്പിലൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുമോ? യൂട്യൂബിൽ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ അത്. തീർച്ചയായും സാർ. ശരി ശരി. അതുപോലെ നമ്മുടെ ചക്ര മെഡിറ്റേഷന്റെ മാത്രം റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിലിടാം, മെഡിറ്റേഷന്റെ മാത്രം. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കമന്റ് ചെയ്തവർക്കുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. അത് കോർഡിനേറ്റർ ദിവ്യ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അയച്ചു തരും കേട്ടോ. അപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രൗണ്ടിങ് നിർബന്ധമായിട്ടും ചെയ്യണം. പലപ്പോഴും നമുക്ക് ഊർജം ഫ്ലോ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും, പ്രകൃതിയിൽ നിന്ന് കിട്ടും, നമ്മൾ ഉറങ്ങുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ആയിട്ട് കിട്ടിക്കോളും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന നമുക്ക് ഉചിതമല്ലാത്ത ചില ഊർജങ്ങളുണ്ട്. അത് പുറത്തേക്ക് പോകാൻ ഗ്രൗണ്ടിങ് വളരെ ഗംഭീരമായിട്ട് പ്രയോജനം ചെയ്യും. ഗ്രൗണ്ടിങ്ങിന് വളരെ സിമ്പിളാണ്. മെഡിറ്റേഷനിലേക്ക് ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രകൃതിയുമായിട്ട് കുറച്ച് ഇടപഴകുക. ഏറ്റവും കുറഞ്ഞ പക്ഷം ചെരുപ്പിടാതെ നിലത്ത് നടക്കാൻ പറ്റുന്ന സാഹചര്യം. സിമെന്റ് നിലമല്ല ഞാൻ പറയുന്നത്, സിമെന്റ് നിലം മോശമെന്നല്ല പറയുന്നത്, പറ്റിയില്ലെങ്കിൽ അത് തന്നെ ചെയ്യാം. ഇപ്പോൾ അവനവൻ്റെ മുറ്റമൊക്കെ ടൈലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും. അതിലൂടെ ആണെങ്കിൽ പോലും നടക്കുക, ചെടികളും പ്രകൃതിയുമൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇടപഴകുക. ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെരുപ്പഴിച്ച് മാറ്റി വെച്ചിട്ട് പുല്ലിനും മണ്ണിനും ഒക്കെ മുകളിൽ കൂടി, പുല്ലൊക്കെ ചവിട്ടി നശിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, അതിനൊക്കെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നടക്കുക ഒന്ന്. അതുപോലെ ഓറ ഷീൽഡിംഗ് ഉണ്ട്. ഓറ ഷീൽഡിംഗ് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരല്പസമയം മൗനമായിട്ട് ബെഡിലിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചുറ്റിലും ഒരു ശക്തമായിട്ടുള്ള പ്രകാശവലയം, വളരെ ഭംഗിയായിട്ടുള്ള വെള്ളയോ വയലറ്റോ ആയിട്ടുള്ളൊരു പ്രകാശവലയം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ പ്രകാശവലയം നമ്മളെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ബോധ്യപ്പെടുക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള നമുക്കുചിതമല്ലാത്ത ഊർജങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മൾ ചക്രകളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കളർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കളറിനൊരു പ്രത്യേകതയുണ്ട്. അറിയാമോ? മുകളിലും താഴേക്ക് പോയാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ നമ്മൾ പഠിച്ചില്ലേ? വിബ്ജിയോർ. ഈ വിബ്ജിയോറിന്റെ പ്രത്യേകത അത്യാവശ്യം സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതായത് പ്രകാശതരംഗം പുറപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിനാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവഴി വരുന്ന ഈ പ്രകാശം മൂലാധാരയിലെത്തുമ്പോഴാണ് ചുവപ്പായിട്ട് മാറുന്നത്. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ട, അല്ലെങ്കിൽ ആരൊക്കെയോ അല്ല, പതഞ്ജലി മഹർഷി പ്രധാനമായിട്ടും തിരിച്ചറിഞ്ഞ ഈ ചക്ര മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ധ്യാന രീതി, അന്ന് ഈ ഒരു അറിവ് അദ്ദേഹത്തിന് എവിടെയായിരിക്കും കിട്ടിയത്? എന്ത് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും അന്ന് തിരിച്ചറിഞ്ഞത്? അതാണ് ധ്യാനത്തിൻ്റെ ഒരു മഹത്വമായിട്ട് പറയുന്നത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. എൻ്റെ മുന്നിലിരിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഞാൻ സയൻസിൻ്റെ സംഭാവനകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ ഞാൻ പറയാം, ഈ പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രകാശത്തിന് ഇങ്ങനെ ഒരു തരംഗം ഉണ്ട് എന്നും അതിൽ ചുവപ്പിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളത് എന്നും അതിനവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ ആ മഹത് ബോധങ്ങളുണ്ടല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സ് ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ
അത് പ്രപഞ്ചവുമായിട്ട് സമീപനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉപകരണത്തിനും അതീതമായിട്ട് അത് പ്രവർത്തിക്കും. അതിനെയാണ് നമ്മൾ ആറാം ഇന്ദ്രിയം ഓർ സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള അതിനെയാണ് സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതെല്ലാം ഉണരാൻ തുടങ്ങും. ശരിയായ വിധത്തിൽ അത് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് തുടർ പരിശീലനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിന് നമ്മുടെ അടുത്ത ഘട്ടം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ആഴത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിസ്ഡം 2026 എന്നുള്ള പേരിൽ ചക്ര മെഡിറ്റേഷൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ തുടങ്ങുന്നുണ്ട്. അത് ഈ മാസം, ഇപ്പോൾ ഏപ്രിലിൽ ഈ മാസം 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ചയാണ് നമ്മളത് തുടങ്ങുന്നത്. അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഊർജത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിൽ തന്നെയാണ്. അതിനും അപ്പുറമായിട്ട് നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ഊർജ കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ടും സന്തുലനമാക്കിയിരിക്കുന്നു എങ്കിൽ പോലും അതിനും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇതൊരു അവസാനമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ സ്വന്തം മനസ്സിനെയും ഊർജത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ, മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ പഠിച്ച നമുക്ക് ഓരോരുത്തർക്കും ഈ ഉയർന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും മറ്റുള്ളവരെയും അവനവനെ തന്നെയും എങ്ങനെ സ്വാധീനിക്കാം എന്ന്, അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കും. ഭൗതികമായിട്ടുള്ള പരിമിതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്കാണ് നമ്മളവിടെ പോകുന്നത്, നമ്മൾ തയ്യാറെടുക്കുന്നത്. നമുക്ക് ചക്ര മെഡിറ്റേഷൻ കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രം, ചക്ര മെഡിറ്റേഷനിലൂടെ യാത്ര ചെയ്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു അഡ്വാൻസ്ഡ് ലെവൽ പരിശീലനം എന്നുള്ള വിധത്തിൽ വിസ്ഡം 2026 കിടക്കുന്നത്. അതിൻ്റെ സമ്മറി തന്നെ എങ്ങനെയാണ് പറയുന്നത്? ജേർണി ഫ്രം മൈൻഡ് ടു സുപ്രീം, മനസ്സിൽ നിന്ന് ഉയർന്ന ബോധത്തിലേക്ക്. ശരിക്കും ഇത് നോർമലി നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇതൊരു സാധാരണ ക്ലാസ് ആയിട്ടല്ല ചെയ്യാൻ വിചാരിക്കുന്നത്. നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെ 8 ആഴ്ചകളിലായിട്ട് നടക്കുന്ന ഈ വെബിനാറുകളിൽ അസാധാരണമായിട്ടുള്ള കുറച്ചുകൂടി ഉയർന്ന ആത്മീയ തലങ്ങളെ, അതുപോലെ തന്നെ സൈക്കോളജിയും സയൻസും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ബ്രെയിൻ വേവ്സുകളെ ബോധപൂർവം തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള ഡീപ്പ് ന്യൂറോളജി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് ആശയങ്ങൾ കൈമാറാൻ കഴിയുന്ന ആധുനിക ആന്തരിക സംവേദനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സിക്സ്ത് സെൻസ് ഉണർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെയും മറ്റ് ചരാചരങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനുള്ള എനർജി റീഡിംഗ് നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ആസ്ട്രൽ ട്രാവലിംഗ്, അതുപോലെ ആകാശിക് റെക്കോർഡ്സ്, അതേക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്യന്തികമായിട്ട് ആഗ്രഹങ്ങളെ അനായാസം യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആന്തരിക നിർദ്ദേശങ്ങൾ, അഡ്വാൻസ്ഡ് മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചക്ര മെഡിറ്റേഷൻ കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമാണിത്. ഒരു കാരണവശാലും പുറത്തുള്ള ഇതിൽപ്പെടാത്ത ഒരാളെയും നമ്മൾ അതിലേക്ക് എടുക്കുന്നില്ല. കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര്, എല്ലാവരും ഉണ്ടെങ്കിൽ വലിയ സന്തോഷം. ഇങ്ങനെയാണ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഒന്ന്, ദിവ്യ ആണ് അതിൻ്റെ കോർഡിനേറ്റർ. ദിവ്യയുടെ നമ്പർ ഒന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ, ദിവ്യയെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നിടും. ഗ്രൂപ്പിൽ നേരത്തെയും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്നൊന്നുകൂടി വളരെ വിശദമായിട്ട് ഇതിന് എന്തൊക്കെ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇടും. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാവരെയും വിളിക്കാനൊക്കെ സാധിച്ചു എന്ന് വരില്ല. മാത്രമല്ല, ഇതങ്ങനെ അനൗൺസ് ചെയ്ത് പിന്നാലെ നടന്ന് വിളിച്ചു കൊടുക്കേണ്ട അറിവുകളുമല്ല. നിയോഗമുള്ളവർ വന്നു ചേരുക. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഗുരുനാഥന്മാരും പ്രപഞ്ചബോധവും ഉയർന്ന ബോധതലങ്ങളും ഒക്കെ ഉണ്ടാകും. ഒന്നിച്ച് യാത്ര ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ എന്തായാലും അവിടെ എത്തും, എനിക്കറിയാം. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു യാത്ര
ചക്ര മെഡിറ്റേഷൻ എന്നുള്ള, നമ്മളതും 8 ആഴ്ചയിലാണ് പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഏകദേശം 12-13 ആഴ്ച ആകുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. യാത്ര ഇവിടെ ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. അറിവുകള് പകർന്നു തന്ന പ്രപഞ്ചത്തിലെ ശക്തികള്, ഉയർന്ന ഗുരുനാഥന്മാര്, പ്രപഞ്ചബോധം, അതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ബോധതലങ്ങള്, എല്ലാവരോടും എല്ലാത്തിനോടും വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരെയും ഈ കോഴ്സിലേക്ക് എത്തിച്ച പ്രപഞ്ച ശക്തികളോട്, അറിവുകൾ പകർന്നു തന്ന എല്ലാ ഗുരുനാഥന്മാരോടും, ഈ യാത്രയിൽ ഒന്നിച്ചു ചേർന്ന എല്ലാ മഹത് ബോധങ്ങളോടും, അതായത് നമ്മളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് നന്മ കിട്ടിയിട്ടുണ്ടെങ്കിലും, എത്ര നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രപഞ്ചത്തിൻ്റേത് മാത്രമാണ്. എൻ്റേതായിട്ട് ഒരു വാക്ക് പോലും അവിടെ ഇല്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് മാത്രം സംഭവിച്ച അപാകതകളാണത്. അതിന് എന്നോട് ക്ഷമിക്കുക. പിന്നെ ഗുരുനാഥന്മാർക്കോ പ്രപഞ്ചത്തിനോ ഒന്നും ഒരു പങ്കുമില്ല. അത് എന്നിൽ മാത്രം അവസാനിപ്പിക്കുക. എന്തു തന്നെയായാലും എല്ലാ പിന്തുണകളോടും കൂടി, വളരെ സ്നേഹത്തോടു കൂടി, കുറേയധികം നല്ല വ്യക്തികളോടൊപ്പം, കുറേയധികം മഹത്ബോധങ്ങളോടൊപ്പം കുറച്ച് നാൾ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഒരു നിയോഗം ലഭിച്ചതിനും ഒത്തിരി നന്ദി. അറിവുകൾ പകർന്നു തരുന്ന എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരബിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അറിവുകൾ പകർന്നു തരാൻ നിയോഗിച്ച പ്രപഞ്ചബോധത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷകളോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. Thank you, Thank you, sir. sir. Thank you. താങ്ക് യു. Thank you, sir.